ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ പിരമിഡുകൾ പൂർത്തിയാവുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്ക് യാത്ര ചെയ്യുന്നു. മനുഷ്യർ നിർമ്മിച്ച ആദ്യത്തെ മഹത്തായ നഗരങ്ങളിലൊന്നായ സിന്ധു നദീതട നാഗരികതയുടെ ലോകത്തേക്ക് നമ്മൾ കാലെടുത്തു വയ്ക്കുകയാണ്. ഇത് BC 2600 വർഷമാണ്. നമ്മൾ സന്ദർശിക്കുന്ന നഗരത്തിൻ്റെ പേര് ഹാരപ്പ എന്നാണ്. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല. പക്ഷേ അതിന്ന് ആധുനിക പാകിസ്ഥാനിലാണ്. മോഹൻജോദാറോയ്ക്കും വേറെ മറ്റു ചില നഗരങ്ങൾക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയും പാകിസ്ഥാനുമെന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന 1000-ലധികം നഗരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭീമാകാരമായ നാഗരികതയുടെ ഭാഗമായിരുന്നു ഹാരപ്പ. ഇവിടെ ഒരു വലിയ രാജാവിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കില്ല. സ്വർണ്ണ കസേരകളുള്ള ഫറവോമാരോ ചക്രവർത്തിമാരോ ഇല്ല. വാസ്തവത്തിൽ ഇവിടെ ആരാണ് കൃത്യമായി ചുമതല വഹിച്ചതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് ചരിത്രകാരന്മാർ ഇപ്പോഴും തലപുകയ്ക്കുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ചൊരു വ്യവസ്ഥയിൽ ജീവിക്കാൻ അറിയാമായിരുന്നുവെന്ന് തോന്നുന്നു. എന്നാൽ ആ സമാധാനപരമായ അന്തരീക്ഷത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വെള്ളപ്പൊക്കത്തിനും വന്യമൃഗങ്ങൾക്കും രോഗങ്ങൾക്കും ഇടയിലുള്ള ഈ നടത്തം അത്ര സുഖകരമല്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ നിങ്ങളവിടെ ഒരാഴ്ച പോലും അതിജീവിച്ചിരുന്നില്ല. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താൽപ്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മൾ കണ്ണുകൾ തിരുമി എണീക്കുന്നു. അകലെ കോഴികളുടെ ശബ്ദവും കളിമൺ കലങ്ങളിൽ വെള്ളമൊഴിക്കുന്ന ശബ്ദവും കേൾക്കുന്നു. ഹാരപ്പയിലെ പ്രഭാതമാണിത്. നമ്മുടെ വീട് അത് ചുട്ടുപഴുപ്പിച്ച മണ്ണിഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വൃത്തിയുള്ള ചെറിയ വീടാണ്. പരന്ന മേൽക്കൂര, നടുവിൽ ചെറിയ മുറ്റം. ഇഷ്ടികകൾ വളരെ മികച്ച രീതിയിലും ആകൃതിയിലും നിരത്തിയതാണ്. ഏതോ പുരാതന എഞ്ചിനീയർ സിമെട്രിക് രീതിയിൽ ആകർഷ്ടനായിരുന്നുവെന്ന് നിങ്ങൾ കരുതും. സത്യം പറഞ്ഞാൽ ഇന്നത്തെ അപ്പാർട്ട്മെൻറ്റ് നിർമ്മാതാക്കൾക്ക് പോലും അവരിൽ നിന്ന് കുറച്ച് എഞ്ചിനീയറിംഗ് ട്രിക്സ് മനസ്സിലാക്കാൻ കഴിയും. രാത്രിയിലെ വായുവിൽ നിന്ന് ഇപ്പോഴും തണുപ്പനുഭവപ്പെടുന്ന ഒരു കൽത്തളയിൽ നമ്മൾ നഗ്നപാതനായി നടക്കുന്നു. പുറത്താരോ ഒരു കെട്ട് കട്ടിയുള്ള പുല്ലുപയോഗിച്ച് തെരുവ് തൂത്തുവാരുന്നു. നിശബ്ദത. പക്ഷെ നഗരമുണയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. കുട്ടികൾ പരസ്പരം ഓടിക്കളിക്കുന്നു. സ്ത്രീകൾ പാചകം ചെയ്യാൻ തീ കൊളുത്തുന്നു. ഒരു പുരുഷൻ പാൽ വിതരണത്തെക്കുറിച്ച് ആക്രോശിക്കുന്നു. എല്ലാത്തിനും ഒരു താളമുണ്ട്. നമ്മുടെ അയൽപക്കം നേർരേഖയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ തെരുവും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഓരോ വീടും ഒരു പാതയെ അഭിമുഖീകരിക്കുന്നു. റോഡുകളുടെ അരികിലൂടെ ഒഴുകുന്ന അഴുക്കുചാലുകൾ. ഇത് വെറുമൊരു ഫാൻസി ബ്ലോക്കല്ല, മുഴുവൻ നഗരവും ഇതുപോലെയാണ്. നേരെയുള്ള റോഡുകളോ BC 2600-ൽ. അതെ, ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ ആളുകൾ ഇപ്പോഴും കുന്നികളിൽ ആടുകളെ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നമുക്ക് നഗര ഗ്രിഡുകൾ ഉണ്ടായിരുന്നു. ഭരണാധികാരികളോ ബ്ലൂ പ്രിൻ്റുകളോ ഇല്ലാതെ അവരെങ്ങനെയാണ് ഇത്രയും മികച്ച ആസൂത്രണം നടത്തിയതെന്ന് ആധുനിക ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. നഗരത്തിൻ്റെ മധ്യത്തിൽ ഒരു കട്ടിയുള്ള മതിലുകളുള്ള ഒരു വലിയ കെട്ടിടമുണ്ട്. അത് കൃത്യമായി എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കമ്മ്യൂണിറ്റി ബാത്ത്, ഒരു ഒത്തുചേരൽ ഹാൾ, അല്ലെങ്കിൽ ഒരു ആചാരപരമായ സ്ഥലം. ഇന്നതിനെ ആളുകൾ ഗ്രേറ്റ് ബാത്ത് എന്ന് വിളിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളൊരു ഭീമൻ നീന്തൽക്കുളത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെയാണ്. ഇരുവശത്തും പടികൾ, ഒരു വാട്ടർ പ്രൂഫ് ഇഷ്ടികത്തറ, അതിനകത്ത് നദിയിലെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. നമ്മൾ അതിലൂടെ നടക്കുമ്പോൾ നനഞ്ഞ വയലൻ്റ് പോലത്തെ ഒരു മണം മണക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വെള്ളം ഒരു വലിയ പങ്ക് വഹിക്കുന്നു. സമീപത്ത് രവി എന്ന നദിയുണ്ട്. അതെപ്പോഴും ജീവൻ നൽകുകയും ഇടയ്ക്കിടെ ക്ഷീണിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ എല്ലാം വെള്ളപ്പൊക്കത്തിലാക്കുകയും ചെയ്യുന്നു. പൊതുകിണറുകളിൽ നിന്നാണ് നമ്മൾ നമ്മുടെ കലങ്ങൾ നിറയ്ക്കുന്നത്. ചില ഭാഗ്യശാലികളായ വീടുകൾക്ക് സ്വന്തമായി സ്വകാര്യ കിണറുകൾ പോലുമുണ്ട്. അതെ, ഇൻഡോർ ജലസ്രോതസ്സുകൾ. ഇരുമ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ കാഴ്ചയാസ്വദിക്കാൻ നമ്മൾ മേൽക്കൂരയിലേക്ക് പോകുന്നു. ഇവിടെ മുകളിൽ നിന്ന് കൂടുതൽ വീടുകളും ചെറിയ മുറ്റങ്ങളും
മേൽക്കൂരയിലെ പച്ചക്കറി പാടങ്ങളും കാണാം. ചില വീടുകൾക്ക് 2 നില ഉയരമുണ്ട്. മേൽക്കൂരയിൽ നിന്ന് മേൽക്കൂരയിലേക്ക് ആളുകൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഇത് സോഷ്യൽ മീഡിയയുടെ നിശബ്ദ പതിപ്പ് പോലെയാണ്. കൂടുതൽ കൈ സിഗ്നലുകളും കുറഞ്ഞ നാടകീയതയും. എല്ലാറ്റിനുമുപരി ഒരു ക്ഷേത്രവുമില്ല, ദരിദ്രരുടെ മേൽ നിഴൽ വീഴ്ത്തുന്ന ഒരു കൊട്ടാരവുമില്ല. ഇത് നിങ്ങളെ ചിന്തിക്കുന്നു. ഇത് അധികാരം പ്രകടിപ്പിക്കുന്നതിൽ വിശ്വസിക്കാത്ത ഒരു നാഗരികതയാണോ ഇതെന്ന് ചരിത്രകാരന്മാർ എപ്പോഴും അന്വേഷിക്കുന്നു. അതോ അതിജീവിച്ചിട്ടില്ലാത്തതിനാൽ വലിയ നേതാക്കളുടെ തെളിവുകൾ നമുക്ക് നഷ്ടമായതാണോ? ആർക്കറിയാം. സൂര്യൻ ഉദിക്കുമ്പോൾ ജോലിക്ക് പോകുന്ന ഒരു കൂട്ടം അയൽക്കാരോടൊപ്പം നാം നടക്കുന്നു. ചിലർ മൺപാത്ര നിർമ്മാതാക്കളാണ്, ചിലർ കല്ലുപണിക്കാരാണ്, ചിലർ വയലുകൾ പരിപാലിക്കാൻ പോകുന്നു. പുറത്തെ അടുപ്പുകളിൽ ചുട്ടെടുക്കുന്ന ചൂടുള്ള റൊട്ടിയുടെ ഗന്ധം നമ്മൾ അനുഭവിക്കുന്നു. പൊടിയിൽ മറന്നുപോയ ചെറിയ കളിമൺ കളിപ്പാട്ടങ്ങൾ കാണുന്നു. കുട്ടികൾ ചക്രങ്ങളുള്ള ചെറിയ വണ്ടികൾ വലിക്കുന്നു. അതെ, അവർക്ക് ചക്രങ്ങളുണ്ടായിരുന്നു. ഈ കളിപ്പാട്ടങ്ങളിൽ ചിലത് മൃഗങ്ങളുടെ പോലെ ചലിക്കുന്ന തലകളുള്ളവയാണ്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് മേൽക്കൂരയിൽ വീണ്ടും ഒരു കോഴിക്കൂട് പണിയാൻ ശ്രമിച്ചുവെന്നും അപ്പോൾ അയാൾ ധാന്യക്കൂമ്പാരത്തിൽ വീണുവെന്നും തമാശ പറയുന്നു. എല്ലാവരും ചിരിക്കുന്നു. അന്നും ദൈനംദിന ജീവിതം അതിൻ്റെ ചെറിയ കോമഡി ഷോകളോടെയാണ് വന്നത്. എന്നാൽ എല്ലാം സമാധാനപരമല്ല. എപ്പോഴും ജാഗരൂകമായ കണ്ണുകളുണ്ട്. ആളുകൾ കുശുകുശുക്കുന്നു. നിയമങ്ങൾ നിലവിലുണ്ട്. അവ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയാൽ നഗരകാവൽക്കാർ നിങ്ങളെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അവർ നിങ്ങളെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ആ ഭാഗം അല്പം അവ്യക്തമാണ്. ഇപ്പോഴും പുരാവസ്തു ഗവേഷകർക്ക് ഏതു തരത്തിലുള്ള ശിക്ഷയോ നീതിന്യായ വ്യവസ്ഥയോ ഉണ്ടായിരുന്നുവെന്ന് ഉറപ്പില്ല. അത് ജയിലായിരുന്നോ അതോ പൊതുമധ്യത്തിലായിരുന്നോ ആർക്കും ശരിക്കും ഉറപ്പില്ല. സൂര്യൻ ഉയരത്തിലേക്ക് ഉയരുമ്പോൾ നമ്മൾ പട്ടണത്തിലേക്ക് പോകുന്നു. മതിലുകൾക്കപ്പുറം തുറന്ന വയലുകൾ വിശാലമായി പരന്നുകിടക്കുന്നു. വണ്ടി വലിക്കുന്ന കാളകളെയും ഗോതമ്പും ബാർലിയും മേയ്ക്കുന്ന കർഷകരെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. നനഞ്ഞ മണ്ണിൻ്റെയും പുതുതായി മുറിച്ച ചെടികളുടെയും ഗന്ധം കാറ്റിൽ വഹിക്കുന്നു. പകൽ ചൂടായി തുടങ്ങിയിരിക്കുന്നു. ഒരു മൺകലം ഇടുപ്പിലും വെച്ച് നമ്മൾ പട്ടണത്തിൻ്റെ മധ്യഭാഗത്തേക്ക് പോകുകയാണ്. നമ്മൾ ആദ്യമായി പോകുന്നത് സമൂഹ കിണറിനടുത്തേക്കാണ്. കിണറിന് മുകളിൽ തണലായി ഒരു മരക്കൂര കെട്ടിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് മുന്നേ വെള്ളമെടുക്കാൻ വന്നതിനാൽ തന്നെ കല്ലിൻ്റെ അരികുകൾ നല്ല മിനുസമായിട്ടുണ്ട്. അങ്ങനെ കട്ടിയുള്ള ഒരു കയറുകൊണ്ട് നമ്മൾ ബക്കറ്റ് കിണറ്റിലേക്ക് താഴ്ത്തുന്നു. താഴെ ബക്കറ്റ് വെള്ളത്തിൽ തട്ടുന്ന ചെറിയ ശബ്ദം കേൾക്കുന്നു. വെള്ളം അത്രയധികം ശുദ്ധമാണ്. അത് ഭാഗ്യം കൊണ്ട് മാത്രമല്ല, ആ നഗരം വൃത്തിക്കും ആരോഗ്യത്തിനും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും റോഡുകളിലൂടെ ഒഴുകുന്ന അഴുക്കുചാലുകൾ കല്ലുകൊണ്ടുണ്ടാക്കിയ സ്ലാബുകൾ കൊണ്ട് വൃത്തിയായി മൂടിയിരിക്കുന്നു. ഈ അഴുക്കുചാലുകൾ മഴയ്ക്ക് വേണ്ടിയുള്ളതല്ല. അവ ഒരു വലിയ ഭൂഗർഭ മലിനജല സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഭൂമിക്കടിയിൽ മാലിന്യ ശുചീകരണ സംവിധാനം ഉണ്ടാക്കി. ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും തീ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തുന്ന കാലത്ത് അവരിവിടെ ടോയ്ലറ്റുകളും ഫ്ലഷ് സംവിധാനവും ഉണ്ടാക്കിയിരുന്നു. ഡ്രെയിനേജുകളിൽ ഒന്നിനെ അതിൻ്റെ അവസാനം വരെ നമ്മൾ പിന്തുടരുന്നു. പ്രധാന ജനവാസ കേന്ദ്രത്തിന് പുറത്തുള്ള ഒരു വലിയ സോക്ക്പിറ്റിലേക്ക് അത് ഒഴുകിയെത്തുന്നു. അടുവിൽ നഗരത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ കുഴിയിലേക്ക് മാലിന്യം ഒഴുകിയെത്തുന്നു. അവിടെ അത് ചിതറുകയും പ്രകൃതിദത്തമായ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവരുടെ വീടുകളിൽ അടിസ്ഥാനപരമായി ചെറിയ ടോയ്ലറ്റുകളുണ്ട്. അവ സ്വകാര്യവും ഡ്രെയിനേജുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അന്നത്തെ കാലത്ത് തന്നെ ആളുകൾ ഇൻഡോർ പ്ലംബിംഗ് ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ ആളുകൾ വൈഫൈക്ക് പോലും കഷ്ടപ്പെടുന്നു. പുരാതന സംസ്കാരം എന്ന് പറയുമ്പോൾ ആളുകൾ ചിരിക്കും. പക്ഷേ ഹരപ്പൻ ജനങ്ങൾ യൂറോപ്പിൻ്റെ മധ്യകാലത്തുള്ളവരെക്കാൾ വൃത്തിയായി ജീവിച്ചിരുന്നുവെന്നത് ഉറപ്പാണ്. എന്നാൽ ഇതെല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ ഒരു കൂട്ടം ശുചിത്വ തൊഴിലാളികളോടൊപ്പം നടക്കുകയാണ്. സാനിറ്റേഷൻ തൊഴിലാളികൾ അല്ലെങ്കിൽ സ്വീപ്പർമാർ. അവർ ലളിതമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു. കാലുകളിൽ പൊടിയേറ്റിട്ടുണ്ട്.
അവരുടെ ജോലി അടഞ്ഞുപോയ അഴുക്കുചാലുകൾ വൃത്തിയാക്കുക, സോക്ക് പിറ്റുകൾ വൃത്തിയാക്കുക, തെരുവുകളിൽ മാലിന്യം കുന്നുകൂടുന്നില്ലെന്ന് ഉറപ്പാക്കുക തുടങ്ങിയവയാണ്. ഇതേറെ ബുദ്ധിമുട്ടുള്ളതും ദുർഗന്ധമമിക്കുന്നതുമായ ജോലിയാണ്. പക്ഷേ ആ ജോലിയെ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്നു. ആരും അവരെ പരിഹസിക്കാറില്ല. വാസ്തവത്തിൽ അവർ നഗരത്തിന് അത്യന്താപേക്ഷിതമാണ്. അവരില്ലെങ്കിൽ രോഗം കാട്ടുതീ പോലെ പടരും. രോഗം ഒരു ഭീഷണിയാണ്. നാം കരുതുന്നത് പോലെ ഇവിടുത്തെ ഡോക്ടർമാർ യഥാർത്ഥത്തിൽ ഡോക്ടർമാരല്ല. അവർ കൂടുതൽ സസ്യവിദഗ്ധരെ പോലെയാണ്. അങ്ങനെ നമ്മൾ ഒരാളെ സന്ദർശിക്കുന്നു. ഏകദേശം 40 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ. അവളുടെ ചർമ്മം സൂര്യപ്രകാശമേറ്റ് ഇരുണ്ടിട്ടുണ്ട്. അവളുടെ കൈകൾ മഞ്ഞൾ കൊണ്ട് കറ പിടിച്ചിരിക്കുന്നു. ഉണങ്ങിയ വേപ്പില, ചതച്ച പെരുംജീരകം, വയർവേദനയ്ക്ക് ഉപയോഗിക്കുന്ന പുറന്തോലി മിശ്രിതം എന്നിവ അവൾ നമുക്ക് കാണിച്ചു തരുന്നു. നമുക്ക് പനി വന്നാൽ കൈപ്പുള്ള ഇലകൾ ചവച്ചരച്ച് അല്പം ജപിക്കാൻ അവൾ നമ്മോട് പറയുന്നു. പക്ഷേ അത് പൂർണ്ണമായും ശാസ്ത്രീയമായിരിക്കില്ല. എന്നിരുന്നാലും അത് നമ്മെ ചിലപ്പോഴെങ്കിലും സഹായിക്കും. ആളുകൾക്ക് ഇപ്പോഴും അസുഖം വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വീടിനരികിലൂടെ കടന്നുപോകുകയാണ്. അവിടെ ഒരു ആൺകുട്ടി നനഞ്ഞ തുണിക്കടിയിൽ വിയർത്ത് ഒരു നെയ്തക്കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മ അവൻ്റെ അടുത്ത് നിന്ന് ഉരുകുകയാണ്. അവളൊരു പ്രാർത്ഥന മന്ത്രിക്കുന്നു. രോഗം ശുശ്രൂഷിക്കുന്ന സ്ത്രീ പറയുന്നത് അത് നദീപ്പനിയായിരിക്കാം എന്നാണ്. ഒരുപക്ഷെ മലേറിയ ആയിരിക്കാം. സിന്ധു നദീതടത്തെ ബാധിച്ച രോഗങ്ങൾ എന്താണെന്ന് ഇന്നും ചരിത്രകാരന്മാർക്ക് കൃത്യമായി പറയാൻ അറിയില്ല. ഊഹങ്ങളുണ്ടെങ്കിലും കൃത്യമായ ഉത്തരങ്ങളില്ല. അതെഴുതപ്പെട്ട മെഡിക്കൽ റെക്കോർഡുകളൊന്നുമില്ല. അസ്ഥികളുടെ അടയാളങ്ങളും ശ്മശാന സൂചനകളും മാത്രം. അസ്ഥികളെക്കുറിച്ച് പറയുമ്പോൾ ഇന്നു നമ്മൾ വിചിത്രമായ ഒന്ന് കാണുന്നു. നഗരത്തിൻ്റെ അരികിൽ ഒരു കൂട്ടം കുട്ടികൾ നിലത്തൊരു ദ്വാരം പോലെ കാണുന്ന ഒരു കുഴിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. നമ്മൾ അതിൻ്റെ അകത്തേക്ക് നോക്കിയപ്പോൾ അത് നല്ല ആഴമുള്ളൊരു കുഴിയായിരുന്നു. ഒരാൺകുട്ടി പറയുന്നത് ആളുകൾ പൊട്ടിയ കലങ്ങളും ചത്ത എലികളും ഇടുന്ന സ്ഥലമാണിതെന്ന്. മറ്റൊരാൾ പറയുന്നത് അതൊരു രഹസ്യ ജയിലാണെന്നും. സത്യം പറഞ്ഞാൽ അതെന്താണെന്ന് ആർക്കും അറിയില്ല. പുരാവസ്തു ഗവേഷകർ അത്തരം നിരവധി കുഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിലരവ മാലിന്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നുവെന്നും ചിലർ ആചാരങ്ങൾക്കായും ചിലർ ജലസംഭരണിയായിരിക്കാമെന്നും കരുതുന്നു. വീണ്ടും നിഗൂഢതയാണ്. സിന്ധു നദീതടത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ പറ്റിയവയല്ല. അടുത്തതായി നമ്മൾ എത്തുന്നത് വസ്ത്രം കഴുകുന്ന ഭാഗത്താണ്. അതെ, അതിനുമൊരു സ്ഥലമുണ്ട്. ഒരു ചെറിയ കനാലിനടുത്ത് ആളുകൾ മരപാത്രങ്ങൾ ഉപയോഗിച്ച് വെള്ളമെടുത്ത് വസ്ത്രങ്ങൾ ഒരു താളത്തിൽ അടിക്കുകയാണ്. സോപ്പ് അപ്പോൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ അവർ നദിമണലും ചാരവുമാണ് ഉപയോഗിക്കുന്നത്. തുണി കൊണ്ട് അടിക്കുന്നതിൻ്റെ ശബ്ദം ഒരു ഡ്രം ബീറ്റ് പോലെ പ്രതിധ്വനിക്കുന്നു. ചില കുട്ടികൾ ഉണക്കാനിട്ട തുണികൾക്കിടയിലൂടെ ചിരിച്ചുകൊണ്ട് ഓടിക്കളിക്കുന്നുണ്ട്. തിളങ്ങുന്ന മണികൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാല ധരിച്ച ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നു. ചുവപ്പ്, കറുപ്പ്, നീല കളറുകളാലും ചിലത് കല്ലുകൊണ്ട് നിർമ്മിച്ചതും ചിലത് ചുട്ടുപഴുത്ത കളിമണ്ണ്, ചിലത് ഫൈൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സെറാമിക് മെറ്റീരിയൽ കൊണ്ടും ഉണ്ടാക്കിയതുമാണ്. ആ സാധനങ്ങളെല്ലാം വിലയേറിയതായിരുന്നു. അവൾ അത് വാങ്ങിക്കാൻ കുറച്ചായി പണം സൂക്ഷിച്ചു വച്ചിരിക്കുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയോ ചെയ്തിരിക്കണം. പിന്നീട് നമ്മൾ നാട്ടിലെ അടുക്കളക്കരയിലേക്ക് തിരികെ എത്തുന്നു. അങ്ങനെ നമ്മൾ അയൽപക്കത്തേക്ക് തിരികെ നടക്കുമ്പോൾ കത്തിയ പശുവിൻ്റെ ചാണകത്തിൻ്റെ മണം വായുവിൽ നിറയുന്നു. അത് അത്ര സുഖകരമല്ല. പക്ഷെ ഇവിടെ അത് ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഫ്രിസ്ബീസ് പോലെ ഉണങ്ങിയ ചാണകം ചെറിയ പാറ്റുകളാക്കി ചുമരുകളിൽ വൃത്തിയായി അടുക്കി വച്ചിരിക്കുന്നു. ഒരു ചെറിയ ചിമ്മിനിയിൽ നിന്ന് പുകയുയരുന്ന ഒരു വീട് നമ്മൾ കടന്നു പോകുന്നു. ആരോ രുചികരമായ എന്തോ പാചകം ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. സമീപത്ത് വളരെ സാധാരണമായ മറ്റൊരു കാഴ്ച നമ്മൾ കാണുന്നു. ഒരു മനുഷ്യൻ പൊട്ടിയ കളിമൺ കലം മരപ്പശ ഉപയോഗിച്ച് ഒട്ടിക്കുന്നു. ഈ കലങ്ങൾ എല്ലായിടത്തുമുണ്ട്. വെള്ളം, ധാന്യം, എണ്ണ എന്നിവ സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ ബാത്റൂമിലും ഉപയോഗിക്കുന്നു. അവ പൊട്ടുമ്പോൾ ആരും തന്നെ അത് വലിച്ചെറിയുന്നില്ല. അതവർക്ക് വളരെ വിലപ്പെട്ടതാണ്. പകരം അവർ അത് ഒട്ടിക്കുകയോ പെയിന്റ് ചെയ്യുകയോ പൂച്ചട്ടികളോ കളിപ്പാട്ടങ്ങളോ ആക്കി മാറ്റുകയോ ചെയ്യുന്നു.
ഇത് പൂർണ്ണമായും പൂജ്യം മാലിന്യ ജീവിതശൈലിയാണ്. പക്ഷേ ഈ നഗരത്തിൽ ഒരു ഇരുണ്ട ജോലി കൂടിയുണ്ട്: മൃഗങ്ങളുടെ ശവം നീക്കം ചെയ്യുക. ഒരു പശു ചത്താലും അല്ലെങ്കിൽ ഒരു ഒട്ടകം ചത്താലും അവർ അസ്ഥികൾ ശേഖരിക്കുന്നവരെ വിളിക്കുന്നു. ഈ ആളുകൾ ശവശരീരങ്ങളും അസ്ഥികളും ശേഖരിക്കുന്നു. അവർ ആ മാംസം തിന്നാറില്ല, പക്ഷേ ആ അസ്ഥികൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ, ബട്ടൺസ്, സൂചി തുടങ്ങിയവ നിർമ്മിക്കുന്നു. ചിലർ ഈ തൊഴിലാളികൾക്ക് ഭാഗ്യമില്ലെന്ന് മന്ത്രിക്കുന്നു. മറ്റുള്ളവർ അവരുടെ ഉപകരണങ്ങൾ അനുഗ്രഹീതമാണെന്ന് പറയുന്നു. പിന്നീട് നമ്മളൊരു ചെറിയ വർക്ക്ഷോപ്പിലെത്തുന്നു. അവിടെ ഒരു മനുഷ്യനൊരു നീണ്ട അസ്ഥി കൊത്തിയെടുക്കുന്നു. അവൻ്റെ കൈകൾ ഉറച്ചതാണ്. അവനത് വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്യുന്നത്. അടുത്ത് പഴയ താടിയെല്ലുകളുടെയും കുമ്പുകളുടെയും ഒരു കൂമ്പാരമുണ്ട്. ചിലപ്പോൾ അത് ആനകളുടെ ആയിരിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ ആ കൊമ്പ് വളരെ ദൂരെ നിന്ന് ബോട്ടിൽ വന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ നാം ഗുജറാത്ത് എന്ന് വിളിക്കുന്ന സ്ഥലത്തായിരിക്കാം, അതായത് 100 കണക്കിന് കിലോമീറ്റർ അകലെ. അപ്പോൾ തന്നെ ഹരപ്പക്കാർ വലിയ വ്യാപാരങ്ങൾ നടത്തിയിരുന്നു. നമ്മുടെ ഇന്നത്തെ ദിവസം മാലിന്യ കൂമ്പാരത്തിലൂടെ നടന്നാണ് അവസാനിപ്പിക്കുന്നത്. അതെ, എല്ലാ നഗരങ്ങൾക്കും മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായുള്ളൊരു സ്ഥലം അത്യാവശ്യമാണ്. ഇവിടെ പോലും അതിനൊരുങ്ങിയ ഒരു സംവിധാനമുണ്ട്. ചാരം, തകർന്ന കളിത്തോടങ്ങൾ, മീനസ്ഥികൾ, അവശിഷ്ടമായ ധാന്യങ്ങൾ എന്നിവ വൃത്തിയുള്ള ഒരു കൂമ്പാര സംവിധാനത്തിൽ കിടക്കുന്നു. കാക്കകൾ ചുറ്റിത്തിരിഞ്ഞ് അവശിഷ്ടങ്ങൾ പൊറുക്കുന്നു. നമ്മൾ മൂക്കുപൊത്തി അല്പം ചിരിക്കുന്നു, സ്വയം ഓർമ്മിപ്പിക്കുന്നു, ഓരോ സംസ്കാരത്തിനും അതിൻ്റേതായ ദുർഗന്ധമുള്ള വശമുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നു. നമ്മൾ പൊടി നിറഞ്ഞവരാണ്, ഒരുപക്ഷെ അല്പം ദുർഗന്ധമുള്ളവരായിരിക്കാം. പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചു. ഈ സ്ഥലത്തിൻ്റെ രഹസ്യം അവരെത്ര മിടുക്കരായിരുന്നു എന്നതല്ല, ഇന്ന് നമുക്കുള്ള ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയുമില്ലെങ്കിലും അവരെത്രത്തോളം വൃത്തിയും സംഘടിതരുമാണ് എന്നതാണ്. നാളെ നമ്മളൊരു മാർക്കറ്റിലേക്കാണ് യാത്ര പോകുന്നത്. സൂര്യൻ ഒരു മൃദുവായ ഓറഞ്ച് തിളക്കത്തോടെ ഉദിക്കുന്നു. ഇതിനകം തന്നെ നഗരം ആവേശം കൊണ്ട് മുഴങ്ങുന്നു. ഇന്ന് മാർക്കറ്റ് ദിനമാണ്. ഹാരപ്പയുടെ വ്യാപാര ജീവിതത്തിൻ്റെ ഹൃദയമായ കേന്ദ്ര വിപണിയിലേക്ക് നമ്മൾ ജനക്കൂട്ടത്തെ പിന്തുടരുന്നു. ആളുകൾ ഉച്ചത്തിൽ വിളിക്കുന്നതും പുതിയ മത്സ്യം, നെയ്ത കൊട്ടകൾ, മധുരമുള്ള ഈന്തപ്പഴം, വർണ്ണാഭമായ വസ്ത്രങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നതും നിങ്ങൾക്ക് കേൾക്കാം. സുഗന്ധവ്യഞ്ജനങ്ങൾ, വിയർപ്പ്, സൂര്യപ്രകാശം എന്നിവയുടെ മിശ്രിതം പോലെയാണ് ഇതിൻ്റെ മണം. കളിമൺ കലങ്ങളും താഴ്ന്ന തടിമേശകളും കൊണ്ട് നിരത്തിയിരിക്കുന്ന സ്റ്റാളുകൾക്കിടയിലുള്ള വിശാലവും തുറന്നതുമായ സ്ഥലത്തേക്ക് ചുവടുവയ്ക്കുമ്പോൾ നമ്മുടെ കാലുകൾ പൊടിപടലമുള്ള റോഡിലൂടെ തെന്നി വീഴുന്നു. ചില കച്ചവടക്കാർക്ക് നിലത്ത് വിരിച്ച പായകളുണ്ട്. അവരുടെ സാധനങ്ങൾ ശ്രദ്ധാപൂർവം പ്രദർശിപ്പിച്ചിരിക്കുന്നു. വെങ്കല ഉപകരണങ്ങൾ, ചെമ്പുവളകൾ, കൊത്തുപണികളുള്ള കല്ലുകൾ, തിളങ്ങുന്ന ഷെൽമുത്തുകളുടെ ചരടുകൾ. എന്നാൽ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു: നാണയങ്ങളില്ല. അത് ശരിയാണ്. രൂപയില്ല, സ്വർണ്ണ നാണയങ്ങളില്ല, കറൻസികളുമില്ല. പകരം ആളുകൾ വ്യാപാരം നടത്തുന്നു. നിങ്ങളൊരു കൊട്ട ഗോതമ്പ് നൽകുന്നു, നിങ്ങൾക്ക് ഒരു മത്സ്യം ലഭിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു ഉപകരണത്തിനായി ഒരു കലം ട്രേഡ് ചെയ്യുന്നു. കാര്യങ്ങൾ തുല്യമായി നടന്നില്ലെങ്കിലോ അപ്പോഴാണ് നിഗൂഢമായ മുദ്രകൾ വരുന്നത്. ഒരു തോളിൽ അഴഞ്ഞ തുണി ധരിച്ച് ഒരു ചെറിയ ചതുരാകൃതിയിലുള്ള വസ്തു കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു വ്യാപാരിയെ നാം കാണുന്നു. അവൻ അതിനെ മൃദുവായ കളിമണ്ണിലേക്ക് അമർത്തുമ്പോൾ, ഉയർത്തിയപ്പോൾ ഒരു ചിത്രം അവശേഷിപ്പിക്കുന്നു. താഴെ വിചിത്രമായ അടയാളങ്ങളുള്ള ഒരു മൃഗം. ഈ ചെറിയ ചതുരമുദ്രകൾ ചൂടാക്കുമ്പോൾ കഠിനമാകുന്ന മൃദുവായ കല്ലായ സ്റ്റീറ്റൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ മുദ്രയും സവിശേഷമാണ്. ചിലർക്ക് യൂണിക്കോൺ പോലുള്ള മൃഗങ്ങളുണ്ട്. മറ്റുള്ളവർ കാളകളെയോ കടുവകളെയോ അല്ലെങ്കിൽ പകുതി മനുഷ്യൻ പകുതി മരം പോലത്തെ ജീവികളെയോ കാണിക്കുന്നു. വിചിത്രമോ? തീർച്ചയായും. ഈ മുദ്രകൾ തിരിച്ചറിയൽ കാർഡുകളായോ വ്യാപാര രസീതുകളായോ കുടുംബങ്ങളുടെയോ ബിസിനസ്സുകളുടെയോ ചിഹ്നങ്ങളായോ ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. തുടർന്ന് അവയിൽ എഴുത്തുമുണ്ട്. വളയുകയും ചുരുളുകയും ചെയ്യുന്ന ചെറിയ ചിഹ്നങ്ങൾ. നമുക്ക് ഒരെണ്ണം പോലും വായിക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ ആർക്കും കഴിയില്ല. ഇന്നും ആധുനിക പണ്ഡിതന്മാരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമുകളും സിന്ധു ലിപിയെ തകർത്തിട്ടില്ല. അതൊരു ഭാഷയാണോ, കോഡാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് നമുക്കറിയില്ല.
ഇത് താക്കോലില്ലാതെ പൂട്ടിയ ഒരു ഡയറി വായിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അത് 4000 വർഷമായി പൂട്ടിയിരിക്കുന്നു. വീണ്ടും വിപണിയിൽ നമ്മളൊരു കരകൗശല തൊഴിലാളിയുടെ ബൂത്ത് സന്ദർശിക്കുന്നു. അവിടെ അവൻ ചെറിയ കല്ലുകൾ അഗീറ്റ്, കാർണേലിയൻ, ജാസ്പർ എന്നീ തരം ബാക്കിയുള്ള കല്ലുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നു. അദ്ദേഹം ഒരു ബോ ഡ്രിൽ ഉപയോഗിക്കുന്നു. അത് കൈപ്പത്തികൾക്കിടയിൽ കറക്കുകയും മുത്തുകളിലൂടെ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവൻ്റെ കൈകൾ നിശ്ചലമാണ്, കണ്ണുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈ മുത്തുകൾ ദീർഘദൂരങ്ങളിൽ വ്യാപാരം ചെയ്യപ്പെടുന്നു. അവയിൽ ചിലത് ആധുനിക ഇറാഖിലെ മെസപ്പൊട്ടേമിയ വരെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ്. അവരെങ്ങനെയാണ് അവിടെ എത്തിയത്? ബോട്ടുകൾ, മരുഭൂമിയിലെ കാരവാനുകൾ, കാളവണ്ടികൾ, അല്ലെങ്കിൽ ഇവയെല്ലാം കൂടിച്ചേർന്നൊരു മാർഗം. നമുക്ക് എല്ലാ വിശദാംശങ്ങളും അറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: സിന്ധു ജനത ലോകവുമായി ബന്ധപ്പെട്ടിരുന്നു. നമ്മളൊരു മൂലയേക്ക് തിരിഞ്ഞ് എണ്ണ വാങ്ങുന്ന ഒരു സ്ത്രീയെ കാണുന്നു. പകരം അവൾ 2 കലം പയർ നൽകുന്നു. വിൽപ്പനക്കാരൻ പുഞ്ചിരിച്ചു. അവൾ ശർക്കരയുടെ ഒരു ചെറിയ കഷ്ണം കൂടി നൽകുന്നു. കച്ചവടം നടന്നു. അതൊരു സൂക്ഷ്മമായ കലയാണ്. നിശ്ചിത വിലകളില്ല, രസീതുകളില്ല, പലിശ നിരക്കിനെക്കുറിച്ച് തർക്കങ്ങളില്ല. സമീപത്ത് തിളക്കമുള്ളതും വെളുത്തതുമായ കടൽ ഷെല്ലുകൾ വിൽക്കുന്ന ഒരു മനുഷ്യനെ നാം കാണുന്നു. ഏകദേശം 900 കിലോമീറ്റർ അകലെയുള്ള അറബിക്കടലിൽ നിന്നാണ് ഈ ഷെല്ലുകൾ വന്നത്. പാൽ പോലെ തിളങ്ങുന്നതുവരെ അവ മിനുക്കിയിരിക്കുന്നു. സമ്പന്നരായ സ്ത്രീകൾ കൈ ഉയർത്തി അവ ധരിക്കുന്നു. അവർ നീങ്ങുമ്പോൾ സൗമ്യമായി ക്ലിങ് ചെയ്യുന്നു. പിന്നെ നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മൂലകിലെത്തുന്നു. അതെ, അപ്പോഴും ആളുകൾക്ക് അവരുടെ ഭക്ഷണം എങ്ങനെ രുചിയുള്ളതാക്കണമെന്നറിയാമായിരുന്നു. കടുക് വിത്തുകൾ, മഞ്ഞൾ, ജീരകം, ഉണക്കിയ ഇഞ്ചി എന്നിവ ചെറിയ നെയ്ത കൊട്ടകളിൽ വിൽക്കുന്നു. മഞ്ഞൾ മണക്കുന്ന ഒരു കൊച്ചുകുട്ടി ഉച്ചത്തിൽ തുമ്മുന്നു. എല്ലാവരും ചിരിക്കുന്നു. ചില കാര്യങ്ങൾ ഒരിക്കലും മാറില്ല. ഒരു വ്യാപാരി നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. വർണ്ണാഭമായ പൊടികളും വിചിത്ര ഗന്ധമുള്ള ഔഷധ സസ്യങ്ങളും നിറഞ്ഞ ജാറുകൾ അദ്ദേഹത്തിനുണ്ട്. ഒരു പാത്രം നിങ്ങളെ ശക്തരാക്കുന്നുവെന്നും മറ്റൊന്ന് തലവേദനയെ സുഖപ്പെടുത്തുന്നുവെന്നും മൂന്നാമത്തത് നല്ല സ്വപ്നങ്ങൾ കൊണ്ടുവരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അവ യഥാർത്ഥമാണോ? ആർക്കറിയാം. എന്നാലും ആളുകൾ ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. അക്കാലത്ത് പോലും മാർക്കറ്റിംഗ് ഒരു നൈപുണ്യമായിരുന്നു. ആ കടയുടെ കുറുകെ നമ്മൾ എന്തോ അസാധാരണമായ ഒന്ന് കാണുന്നു. ഒരു മനുഷ്യൻ കറുത്ത ചൂരൻ ഉപയോഗിച്ച് ഒരു പത്തിൻ്റെ വശത്തൊരു ചിഹ്നം വരയ്ക്കുന്നു. മുകളിൽ 3 കുത്തുകളുള്ള ഒരു മത്സ്യം പോലെയാണിത് കാണപ്പെടുന്നത്. ഇത് തൻ്റെ നിർമ്മാതാവിൻ്റെ അടയാളമാണെന്ന് പറയുന്നു. ഈ പാത്രം എൻ്റേതാണ് എന്ന് പറയുന്ന രീതി ഒരുതരം പുരാതന ബ്രാൻഡിംഗ് പോലെ. ചില ആളുകൾ ചില ചിഹ്നങ്ങൾ അറിയപ്പെടുന്ന കരകൗശലം തൊഴിലാളികളുടേതാണെന്ന് പോലും തിരിച്ചറിയുന്നു. ഈ ചിഹ്നം അർത്ഥമാക്കുന്നത് പാത്രം തീയിൽ പൊട്ടുകയില്ല എന്നാണ്. പാൽ നന്നായി സൂക്ഷിക്കുന്നു എന്നാണ് മറ്റൊരർത്ഥം. ചരിത്രകാരന്മാർ ഇതിനെ കുശവൻ്റെ അടയാളങ്ങൾ എന്ന് വിളിക്കുന്നു. അവ എത്രത്തോളം വ്യാപകമോ സ്റ്റാൻഡേർഡൈസ്ഡോ ആണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ പോലും നമുക്ക് വായിക്കാൻ കഴിയാത്ത ആൽഫബറ്റുകളില്ലാത്തൊരു നാഗരികതയെ ആകർഷിക്കുന്നു. നമ്മൾ കൂടുതൽ അവിടെ അലിഞ്ഞു തിരിയുമ്പോൾ മൃഗങ്ങളുടെ ചന്തയിലേക്ക് വരുന്നു. ആടുകൾ കരയുന്നു, കാളകൾ കൂർക്കം വലിക്കുന്നു, കോഴികൾ ചുറ്റും പറക്കുന്നു. വളഞ്ഞ കൊമ്പുകളും കഴുത്തിൽ കെട്ടിയ വർണ്ണാഭമായ തുണിയുമുള്ള ഒരു കാളയെ ഒരാൺകുട്ടി അഭിമാനത്തോടെ കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സമ്പത്ത് ആ മൃഗത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് പാലിന് മാത്രമുള്ളതല്ല, ഇതൊരു സ്റ്റാറ്റസ് ചിഹ്നമാണ്. പിന്നെ ശാന്തമായ ഒരു മൂലയിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കട നമ്മൾ കണ്ടെത്തുന്നു. ഭക്ഷണമില്ല, മൃഗങ്ങളില്ല, കൊത്തിയെടുത്ത ചെറിയ രൂപങ്ങൾ, നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾ, ചെറിയ വണ്ടികൾ, വിചിത്രമായി കാണപ്പെടുന്ന ജീവികൾ, കളിപ്പാട്ടങ്ങൾ. അതെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് പോലും കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു രൂപം ചക്രങ്ങളിലുള്ള കുരങ്ങനാണ്, മറ്റൊന്ന് കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു സ്പിന്നിംഗ് ടോപ്പാണ്. ഇവ തൻ്റെ പേരക്കുട്ടികൾക്കുള്ളതാണെന്നൊരു സ്ത്രീ നമ്മോട് പറയുന്നു. അത് നമ്മെ ചിരിപ്പിക്കുന്നു. പിന്നെ കുറച്ചു സമയം കഴിഞ്ഞ് വ്യാപാരികൾ പാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. സൂര്യൻ ഉദിച്ചുയരുകയാണ്. ആളുകൾ സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. നമ്മളും പതുക്കെ തിരിച്ചു പോകുന്നു. ഇടപാടുകളുടെ ബഹളം ആസ്വദിക്കുകയും ഗോസിപ്പുകൾ പങ്കിടുകയും ചെയ്യുന്നു. വ്യാജമുത്തുകൾ വിൽക്കാൻ ശ്രമിച്ച ഒരാളെക്കുറിച്ച് ഒരു സ്ത്രീ പിറുപിറുക്കുന്നു. പുരോഹിതന്റെ മകന്റെ വിവാഹം അടുത്ത മാസം നടക്കുകയാണെന്നും നഗരം മുഴുവൻ എത്തിയേക്കാമെന്നും മറ്റൊരാൾ പറയുന്നു. വിപണിയുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ മുദ്രകളിലേക്കും സുഗന്ധവ്യഞ്ജനങ്ങളിലേക്കും ആ ബഹളത്തിലേക്കും
നമ്മൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുന്നു. അതിശയിപ്പിക്കുന്നതാണ്. നാണയങ്ങളില്ല, ക്രെഡിറ്റ് കാർഡുകളില്ല, റേസ് കാർഡുകളില്ല. എന്നിട്ടും എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. നാളെ നമ്മൾ ഹാരപ്പയിലെ അടുക്കളകൾ സന്ദർശിക്കും. നിങ്ങൾക്ക് വിശക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വറുത്ത ധാന്യത്തിൻ്റെ രുചികരമായ ഗന്ധവും കുറഞ്ഞ തീയിൽ കളിമൺ പാത്രത്തിൽ തിളച്ചുമറിയുന്ന എന്തോ ഒന്നും നമ്മെ ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നു. നമ്മുടെ ഹോസ്റ്റ് നമ്മെ അടുക്കളയുടെ കോട്ടിയാടിലേക്ക് കൈകൊണ്ട് മാടി വിളിക്കുന്നു. അവിടെ പ്രഭാത ദിനചര്യ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ഒരു യഥാർത്ഥ സിന്ധു നദീതട പ്രദേശവാസിയെപ്പോലെ ഭക്ഷണം കഴിക്കാനുള്ള സമയമാണിത്. ഇവിടത്തുകാർക്ക് ഭക്ഷണത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. പ്രഭാത ഭക്ഷണം ലളിതമാണ്. തന്തൂർ അടുപ്പിൽ നിന്ന് മൃദുവും ചൂടുമുള്ളതുമായ ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കിയ ഒരു തരം ഫ്ലാറ്റ് ബ്രെഡ്. ഇത് നമ്മുടെ ഇന്നത്തെ റൊട്ടിയോ ചപ്പാത്തിയോ പോലെയാണ് കാണാൻ. ഇതൽപ്പം കട്ടിയുള്ളതാണ്. അതിനൊപ്പം കടുകും കുറച്ച് കാട്ടുസസ്യങ്ങളും ഉപയോഗിച്ച് പതുക്കെ പാകം ചെയ്യുന്ന ഒരു പയറുവർഗവുമുണ്ട്. ഇത് എരിവുള്ളതും മണ്ണുള്ളതും അപ്പം മുക്കി കഴിക്കാൻ അനുയോജ്യവുമാണ്. ഒരു ചെറിയ കളിമൺ പാത്രത്തിൽ മാമ്പഴ കഷ്ണങ്ങൾ എണ്ണയും ഉപ്പും ചേർത്ത് അച്ചാറിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അതെ, പുരാതന മനുഷ്യർക്കും അച്ചാറിനോട് കൊതിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും നിലത്തിരുന്ന് ഭക്ഷണം പങ്കിടുന്നു. കൈകൾ ഉപയോഗിച്ച് പരസ്പരം അപ്പം മുറിക്കുന്നു. ഫോർക്കുകളോ സ്പൂണുകളോ ഇല്ല. കഴിക്കുന്നതിന് മുമ്പും ശേഷവും നന്നായി കൈ കഴുകുകയാണ് ചെയ്യുന്നത്. അടുത്ത് ഒരാട് നമ്മുടെ ഭക്ഷണത്തെ വിശപ്പോടെ നോക്കുന്നു. അതിന് നമ്മൾ ഒരു കഷ്ണം അപ്പം എറിഞ്ഞു കൊടുക്കുന്നു. അതിലേക്കുള്ള ചേരുവകൾ നഗരത്തിന് ചുറ്റുമുള്ള വയലുകളിൽ നിന്നും തന്നെയാണ്. വയലുകൾ ഗോതമ്പ്, ബാർലി, പയറുവർഗം, എള്ള് എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. നദിയുടെ തീരങ്ങളിൽ നമുക്ക് വെള്ളരി, തണ്ണിമത്തൻ, കടല, അരി എന്നിവ കാണാം. ഇവിടുത്തെ കൃഷി നദിയുടെ താളത്തെ ആശ്രയിക്കുന്നു. മഴ കൂടുതലാണെങ്കിൽ വെള്ളപ്പൊക്കവും, എന്നാൽ മഴ കുറവാണെങ്കിൽ വരൾച്ചയുമാണ്. ഇതൊരു അപകടകരമായ കളിയാണ്. പക്ഷേ ഇവിടുത്തെ ആളുകൾ ഇത് നന്നായി കളിക്കാൻ പഠിച്ചിട്ടുണ്ട്. ചില കുടുംബങ്ങൾ ചെറിയ അടുക്കളത്തോട്ടങ്ങൾ നടത്തുന്നു. രാവിലെ കാറ്റിൽ ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾ, മല്ലിയിലകൾ എന്നിവയുടെ നിരകൾ പതുക്കെ ചലിക്കുന്നത് നമുക്ക് കാണാം. മണം ശക്തമാണെങ്കിലും അവ ആകർഷകമാണ്. ഒരു സ്ത്രീ അഭിമാനത്തോടെ തൻ്റെ ഏറ്റവും പുതിയ വിളയായ ചെറിയ ചുവന്ന മുളക് നെയ്ത പായയിൽ ഉണക്കാൻ വെച്ചത് നമുക്ക് കാണിക്കുന്നു. ഇതൊന്ന് നാക്കിൽ തട്ടിയാൽ തന്നെ നമ്മുടെ വായ പൊള്ളും എന്നവൾ പറയുന്നു. മത്സ്യബന്ധനവും ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അടുത്തുള്ള രവി നദിയിൽ ക്യാറ്റ്ഫിഷ്, റിവർ കാർപ്പ്, ഈലുകൾ എന്നിങ്ങനെ നിറയെ മത്സ്യങ്ങളുണ്ട്. ഒരു മത്സ്യത്തൊഴിലാളി വല നദിയിൽ നിന്നും വലിച്ചു കയറ്റുമ്പോൾ നമ്മൾ അദ്ദേഹത്തോടൊപ്പം നോക്കി നിൽക്കുന്നു. വഴുവഴുപ്പുള്ള വെള്ളി പോലെ തിളങ്ങുന്ന ആ മത്സ്യം ഭാരമേറിയതും ഒഴുകുന്നതുമാണ്. മൂർച്ചയുള്ള ഷെൽ ഉപകരണം ഉപയോഗിച്ച് അവ എങ്ങനെ വൃത്തിയാക്കാമെന്നും ചൂടുള്ള കല്ലുകൾക്ക് മുകളിൽ വെച്ച് എങ്ങനെ വറുത്തെടുക്കാമെന്നും അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. വറുത്ത മത്സ്യത്തിൻ്റെ മണം വായുവിലൂടെ ഒഴുകുന്നു. നമ്മുടെ നാക്കിൽ വെള്ളമൂറുന്നു. എല്ലാ ദിവസവും ഇല്ലെങ്കിലും മിക്ക ദിവസങ്ങളിലും നമ്മൾ മാംസം കഴിക്കാറുണ്ട്. പക്ഷേ കോഴിയാണ് സാധാരണയായി കഴിക്കുന്നത്. ആടിനെയും ചെമ്മരിയാടിനെയും കഴിക്കാറുണ്ട്. എന്നാൽ പാലിനും മാംസത്തിനും വേണ്ടി പോത്തിന് സൂക്ഷിച്ചിരുന്നുവെന്നതിന് തെളിവുകളുണ്ട്. എന്നാൽ പശുക്കളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടില്ല. അവിടുത്തെ ആളുകൾ മൃഗങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്നു. സിന്ധു ജനതയ്ക്ക് മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഏതെങ്കിലും മതമുണ്ടായിരുന്നോ, അതോ അവർ പ്രകൃതിയോടടുത്തു ജീവിക്കുകയും സന്തുലിതാവസ്ഥയെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നുവെന്ന് ചരിത്രകാരന്മാരുടെ ചർച്ചാ വിഷയമാണ്. നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ്, ഇവിടുത്തെ ആളുകൾ ഭക്ഷണത്തിന് ശേഷം മധുരമുള്ള എന്തെങ്കിലും ചവയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇത് ചോക്ലേറ്റ് അല്ല, ഇത് കരിമ്പ് അല്ലെങ്കിൽ ശർക്കരയിൽ പെരിഞ്ജീരകം കലർത്തിയതാണ്. ഇത് വായ ശുദ്ധീകരിക്കുകയും വയറിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഇത് സ്വപ്നങ്ങൾക്ക് സഹായിക്കുമെന്ന് ചിലർ പറയുന്നു. നമ്മൾ ഒരെണ്ണം വായിലിടുകയും തൽക്ഷണം പുരാതന മധുരപലഹാരം റോയൽറ്റി പോലെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മളൊരു വലിയ പുരയിടത്തിലേക്ക് പോകുന്നു. സമൂഹത്തിനു വേണ്ടി അപ്പം പാകം ചെയ്യുന്ന നിരവധി സ്ത്രീകൾ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അവർ തുറന്ന തീയിനു മുകളിൽ പരന്ന കല്ലുകൾ വയ്ക്കുന്നു. അത് കുഴച്ചെടുത്ത ശേഷം കൈപ്പത്തികൾക്കിടയിൽ വെച്ച് അമർത്തുകയും
അത് വട്ടത്തിൽ ഷേപ്പാകുകയും ചൂടുള്ള പരന്ന കല്ലുകളിലേക്ക് നേരിട്ട് വയ്ക്കുകയും ചെയ്യുന്നു. കുമിഞ്ഞുകൂടുന്ന എണ്ണയുടെ ശബ്ദം, മിനുസമാർന്ന മാവിൻ്റെ മണം, ഇതൊരു ഭക്ഷണപ്രേമിയുടെ സ്വപ്നമാണ്. ഒരു സ്ത്രീ നമുക്കൊരു പ്രത്യേക വിരുന്നു തരുന്നു. ബാർലി മാവ്, ഈന്തപ്പഴം, പൊടിച്ച എള്ള് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വട്ടത്തിലുള്ള കേക്ക്. ഇത് കുറച്ച് സ്റ്റിക്കിയും മധുരമുള്ളതും അല്പം ക്രഞ്ചിയുമാണ്. അതിനെന്താണ് വിളിക്കുന്നതെന്ന് നാം ചോദിക്കുന്നു. അവൾ ഞരങ്ങുന്നു. ഇതിൻ്റെ മുത്തശ്ശി ഉണ്ടാക്കി കണ്ടതാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അതിരുചികരമായ ഈ ഭക്ഷണം തലമുറകളിലൂടെ കടന്നുപോയി. അടുത്ത മുറ്റത്ത് തുണികൊണ്ട് പൊതിഞ്ഞ കളിമൺ കലങ്ങളുടെ നിരകൾ കാണാം. അതിനകത്ത് പാല്, തൈര്, നെയ്യ് തുടങ്ങിയവയാണ്. അതെ, അവർക്ക് പാലുമുണ്ടായിരുന്നു. പാല് വലിയ പാത്രങ്ങളിൽ തിളപ്പിച്ച് പിന്നീട് തണുപ്പിച്ച് തൈരാക്കാൻ അത് പുളിപ്പിക്കുന്നു. പിന്നെ നീളമുള്ള വടിയും കയറും ഉപയോഗിച്ച് അതിൽ നിന്നും വെണ്ണ ഉരുട്ടുന്നു. നെയ്യുണ്ടാക്കുന്നത് കാണാൻ അത്ഭുതമായിരുന്നു. അവ പാചകത്തിനും മരുന്നിനും വേണ്ടി സൂക്ഷിക്കുന്നു. നാം അടുക്കളയിൽ കാണാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ: ഉപ്പിട്ട് വെച്ച പാത്രങ്ങൾ. ഉപ്പ് അപൂർവവും വിലപ്പെട്ടതുമാണ്. പാറയുടെ രൂപത്തിൽ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഇത് ഒരു സുഗന്ധവ്യഞ്ജനം പോലെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുന്നു. ഒരു പാചകൻ ഒരു ചെറിയ കഷണം ഉപ്പ് സ്റ്റൂവിൽ വളരെ കുറച്ചു മാത്രം പാറിപ്പിക്കുന്നു. ശരിക്കും അതൊരു നിധിയാണ്. ശേഷം അടുത്തുള്ള ധാന്യശാലയിലേക്ക് നമ്മൾ നീങ്ങുന്നു. നഗരമതിലിനടുത്തുള്ള ഒരു വലിയ കെട്ടിടം. വെള്ളപ്പൊക്കമോ വരൾച്ചയോ ഉണ്ടായാൽ മിച്ചധാന്യങ്ങൾ സൂക്ഷിക്കുന്നത് ഇവിടെയാണ്. തൊഴിലാളികൾ ബാർലിയുടെ കൊട്ടകൾ വഹിച്ച് വലിയ പാത്രങ്ങളിൽ ഒഴിക്കുന്നു. ധാന്യങ്ങളുടെ മണം വായുവിൽ നിറയുന്നു. നിരത്തിവെച്ച കളിമൺ കെണിയിൽ നിന്ന് എലി കുരുക്കിൽപ്പെട്ട ശബ്ദം കേൾക്കാം. എത്ര പഴക്കമുള്ളതാണെങ്കിലും കീടങ്ങളെല്ലായ്പ്പോഴും ഒരു വഴി കണ്ടെത്തുന്നു. നമ്മൾ ധാന്യശാലയുടെ മേൽക്കൂരയിൽ കയറി നഗരത്തിലേക്ക് നോക്കുന്നു. ഡസൻ കണക്കിന് ചെറിയ അടുക്കളകളിൽ നിന്ന് പുക ഉയരുന്നു. എല്ലാം പുതിയതാണ്. തണുത്തുറഞ്ഞ ഭക്ഷണങ്ങളില്ല, പ്ലാസ്റ്റിക് കവറുകളില്ല. വയലുകൾ, തീ, വെള്ളം, കൈകൾ എന്നിവ മാത്രം. നമ്മൾ തിരിച്ചു പോകുന്നതിനു മുമ്പ് മറ്റൊരു സ്ഥലം കൂടി നമ്മൾ സന്ദർശിക്കുന്നു. മൃഗശാല. ഒരാൺകുട്ടി ആട്ടിന് പൊരിച്ച പയർ ചേർത്ത ഇലക്കറികൾ കൊടുക്കുകയാണ്. ഇതൊരു വിരുന്നാണ്. പുരാതന കന്നുകാലികളുടെ ഒരു മിഠായി പോലെ. അവൻ എന്തിനാണ് ആട്ടിനിത് കഴിപ്പിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവൻ പുഞ്ചിരിക്കുന്നു. ഇന്നല്ല അവളുടെ ജന്മദിനം. ശരി, അപ്പോൾ ചിലപ്പോൾ അവൻ തമാശ പറയുകയായിരിക്കാം. എന്നാലും അതൊരു ഹൃദയസ്പർശിയായ കാഴ്ചയാണ്. നമ്മൾ വീട്ടിലേക്ക് മടങ്ങുമ്പോഴേക്കും ആ ദിവസം ഏതാണ്ട് പൂർത്തിയായി. നാം മനസ്സ് നിറഞ്ഞവരും സന്തുഷ്ടരും അല്പമുറക്കത്തിലുമാണ്. ഭക്ഷണകഥ അവസാനിച്ചെന്ന് നമ്മൾ കരുതുമ്പോൾ ഒരു അയൽക്കാരൻ ശർക്കരയും ഏലക്കയും ചേർത്ത് പാകം ചെയ്ത അരി കൊണ്ടുവരുന്നു. ഈ ദിവസം അവസാനിക്കാൻ ഒരു മധുരപലഹാരം. ഇത് ചൂടുള്ളതും മധുരവും നമ്മുടെ വായലിയിക്കുന്നതുമാണ്. അതെ, സിന്ധു താഴ്വര പുരാതനമായിരിക്കാം, പക്ഷേ അവയുടെ രുചി 5 സ്റ്റാർ ഹോട്ടലിനെ പോലെയാണ്. നാളെ നമ്മൾ പുതിയ വസ്ത്രം ധരിക്കും. മുത്തുകൾ, വളകൾ, വിശ്വാസങ്ങൾ എന്നിവ ഒത്തുചേർന്ന വ്യത്യസ്തമായ വസ്ത്രങ്ങൾ. വളകളുടെ മൃദുവായ ശബ്ദങ്ങൾ കേട്ട് നാം ഉണരുന്നു. പുറത്ത് സൂര്യൻ ഇപ്പോഴും മേൽക്കൂരകളിലുടനീളം വ്യാപിക്കുന്നുള്ളൂ എങ്കിലും അയൽപക്കത്തെ സ്ത്രീകൾ ഇതിനകം വസ്ത്രം ധരിച്ച് റെഡിയായിരിക്കുന്നു. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. കമ്മ്യൂണിറ്റി സ്ക്വയറിൽ ഒരു സമ്മേളനം. എല്ലാവരും തങ്ങളുടേതായ രീതിയിൽ അണിഞ്ഞൊരുങ്ങാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എന്താണെന്ന് ഊഹിക്കാവോ? 4000 വർഷങ്ങൾക്ക് മുമ്പ് പോലും ഡ്രസ്സിംഗ് സ്റ്റൈലിന് പ്രാധാന്യമുണ്ടായിരുന്നു. നമ്മളൊരു വീട്ടിലേക്ക് ഉറ്റുനോക്കുന്നു. അവിടെ ഒരു പെൺകുട്ടി അമ്മയെ നെഞ്ചിലും മരയിലും ചായം പൂശിയ ഒരു തുണി കെട്ടാൻ സഹായിക്കുന്നു. ഇത് ലളിതവും എന്നാൽ ആകർഷകവുമാണ്. ഒരുപക്ഷെ ഇൻഡിഗോ അല്ലെങ്കിൽ മാഡർ റൂട്ട് ഉപയോഗിച്ച് ചായം പൂശിയ തുണി കൈകൊണ്ട് നീന്തതാണ്. നിറങ്ങൾ ആഴമേറിയതും സമ്പന്നവുമാണ്. കാലക്രമേണ മങ്ങി, പക്ഷേ ഇപ്പോഴും ഊർജ്ജസ്വലമാണ്. അവളതൊരു ചെറിയ വെങ്കലം ബ്രോച്ച് ഉപയോഗിച്ച് പിന്നിലേക്കാക്കുകയും നടക്കുമ്പോൾ ആടുന്ന ഒരു നീണ്ട മുത്തുകളുള്ള നെക്ലേസ് കൂടി അണിയുകയും ചെയ്യുന്നു. ഇവിടെ ഫാഷൻ തിളക്കത്തെക്കുറിച്ചോ റോയൽറ്റിയെക്കുറിച്ചോ അല്ല. ഇത് ബാലൻസ്, സൗന്ദര്യം, സമർത്ഥമായ രൂപകൽപ്പന എന്നിവയെക്കുറിച്ചാണ്. പുരുഷന്മാരും സ്ത്രീകളും ആഭരണങ്ങൾ ധരിക്കുന്നു. നെക്ലേസുകൾ, വളകൾ, മോതിരങ്ങൾ, കമ്മലുകൾ. ഇവയിൽ ഭൂരിഭാഗവും നമ്മൾ സാധാരണ എന്ന് വിളിക്കുന്ന വസ്തുക്കളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടെറക്കോട്ട, ഷെല്ലുകൾ, ചെമ്പ്, കാർണേലിയൻ പോലുള്ള വിലയേറിയ കല്ലുകൾ. എന്നാൽ അവരുടെ കൈകളിൽ ഈ വസ്തുക്കൾ കലയായി മാറുന്നു.
മുറ്റത്തിരിക്കുന്ന ഒരു സംഘത്തിൽ നമ്മൾ ചേരുന്നു. അവിടെ ഒരു സ്ത്രീ അതിശയകരമായ വേഗത്തിൽ മുത്തുകൾ നൂൽക്കുന്നു. അവളുടെ കൈകൾ മാന്ത്രികം പോലെ പ്രവർത്തിക്കുന്നു. ചുവപ്പും വെള്ളയും നിറമുള്ള മുത്തുകൾ, ചെറിയ കറുത്ത മുത്തുകൾ, മനുഷ്യനിർമ്മിതമായ ഫെയൻസ് എന്ന പ്രത്യേക പച്ചക്കല്ലും തിളങ്ങുന്നു. അവളുടെ മകൾ കടൽ തീരത്തുനിന്ന് കിട്ടിയ ഒരു വള കാണിക്കുന്നു. അത് വേറെ തീരത്തു നിന്നാണ് വന്നത്, അവൾ അഭിമാനത്തോടെ പറയുന്നു. അത് ഏകദേശം 900 കിലോമീറ്റർ അകലെയാണ്. ഗൂഗിൾ മാപ്സ് ഇല്ലാതെ ഇത്തരത്തിലുള്ള വ്യാപാരമാർഗം സങ്കല്പിക്കുക. അടുത്ത വീട്ടിൽ അതിലും അത്ഭുതകരമായ ഒരു കാര്യം നമ്മൾ കണ്ടെത്തുന്നു. ഒരു മനുഷ്യൻ മിനുക്കിയ വെങ്കല കണ്ണാടിയുടെ മുന്നിലിരുന്ന് കറുത്ത പൊടി പോലെന്തോ കണ്ണിനു ചുറ്റും പുരട്ടുന്നു. ഐലൈനർ? അതെ, ഇതിനെ കോൾ എന്ന് വിളിക്കുന്നു. ഇത് എണ്ണയിൽ കലർത്തിയ ലെഡ് അല്ലെങ്കിൽ കരി എന്നിവയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. സൗന്ദര്യത്തിന് മാത്രമല്ല, ഇത് സൂര്യനെ അകറ്റി നിർത്തുകയും കീടങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. പ്രവർത്തനത്തോടൊപ്പം ഫാഷൻ. കുട്ടികൾ പോലും ആഭരണങ്ങൾ ധരിക്കുന്നു. ചരടിൽ കെട്ടിയ മൃദുവായ കളിമൺ പെൻഡന്റിൽ ഒരു കുഞ്ഞു കടിക്കുന്നത് നമ്മൾ കാണുന്നു. അവൻ നീങ്ങുമ്പോൾ അത് പതുക്കെ ഞരങ്ങുന്നു. ചില അമ്മമാർ വിശ്വസിക്കുന്നത് ഇത് ദുഷിച്ച ആത്മാക്കളെ അകറ്റി നിർത്തുന്നു എന്നാണ്. എന്തായാലും അത് ആകർഷകമാണ്. ആളുകൾ ഒത്തുകൂടാൻ തുടങ്ങുന്ന സെൻട്രൽ സ്ക്വയറിലേക്ക് നാം പോകുന്നു. സംഗീത നാടകങ്ങൾ, ഡ്രമ്മുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ലളിതമായ താളങ്ങളും ഒരു പുല്ലാങ്കുഴൽ പോലെ ശബ്ദമുണ്ടാക്കുന്ന ഒരു കാറ്റുപകരണവും. ഇതൊരു കച്ചേരിയല്ല, പക്ഷേ ഇത് ആളുകളെ നൃത്തം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഒരു സംഘം ഒരു വൃത്തം രൂപപ്പെടുത്തുന്നു. മധ്യത്തിൽ ഒരു സ്ത്രീ ആത്മവിശ്വാസത്തോടെ കളിക്കുന്നു. അവളൊരു ഷോർട്ട് സ്കേർട്ട്, കനത്ത കണങ്കാലുകൾ, ഓരോ കൈയിലും ഒരു ടൺ വളകൾ എന്നിവ ധരിക്കുന്നു. അവൾ വളകളുടെ ശബ്ദമുണ്ടാക്കാനായി അവൾ കൈത്തണ്ടകൾ ചലിപ്പിക്കുന്നു. പരിചിതമായ ശബ്ദമാണോ? ഈ ചിത്രം മോഹൻജുദാരോയിൽ കണ്ടെത്തിയ പ്രശസ്തമായ ഡാൻസിംഗ് ഗേൾ പ്രതിമയെ ഓർമ്മിപ്പിക്കുന്നു. വളകൾ അണിഞ്ഞ് നല്ല ബോൾഡായ ഒരു നഗ്നയായ കൗമാരിയുടെ ചെറിയ വെങ്കല ശില്പം. സിന്ധു താഴ്വരയിൽ നിന്നുള്ള ഏറ്റവും നല്ല ചിത്രങ്ങളിലൊന്നാണവൾ. അവൾ സ്വാതന്ത്ര്യവും കൃപയും അർത്ഥമാക്കുന്നുവെന്ന് ചിലർ പറയുന്നു. അവൾ ഒരു ആചാരപരമായ നൃത്തത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് മറ്റു ചിലർ കരുതുന്നു. അവളുടെ യഥാർത്ഥ പങ്ക് എന്തായിരുന്നുവെന്ന് പണ്ഡിതന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. നിലത്തെന്തോ വരയ്ക്കുന്ന ഒരു കൂട്ടം പ്രായമായ സ്ത്രീകളുടെ അരികിൽ നാം എത്തുന്നു. പൊടിച്ച കല്ലുപൊടി ഉപയോഗിച്ച് നിർമ്മിച്ച രംഗോലി പോലുള്ള രൂപകൽപ്പനയാണിത്. പൊടിയുള്ള തറയിൽ വെളുത്ത തിളങ്ങുന്ന വൃത്താകൃതിയിലുള്ള പാറ്റേണുകൾ. അത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് അവർ പറയുന്നു. ദൈവങ്ങൾക്കു വേണ്ടി അവരിലൊരാൾ മന്ത്രിച്ചു. ഇവിടെയാണ് കാര്യങ്ങൾ ദുരൂഹമാകുന്നത്. പിൽക്കാല ഇന്ത്യൻ നാഗരികതകളിൽ നിന്നു വ്യത്യസ്തമായി സിന്ധു നാഗരികതയിൽ വ്യക്തമായ ക്ഷേത്രങ്ങളോ ദേവന്മാരുടെ ഭീമൻ പ്രതിമകളോ ഇല്ല. ചെറിയ കളിമൺ പ്രതിമകൾ നമ്മൾ കാണുന്നു. ഒന്ന് വിശാലമായ ഇടുപ്പും കിരീടവുമുള്ള ഒരു മാതൃദേവിയെപ്പോലെ കാണപ്പെടുന്നു. മറ്റൊന്ന് മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട യോഗ പോസിലുള്ള കൊമ്പുള്ള രൂപത്തോട് സാമ്യമുള്ളതാണ്. ഇത് ശിവന്റെ ആദ്യകാല രൂപമാണെന്ന് ചിലർ കരുതുന്നു. മറ്റുള്ളവർ പറയുന്നത് ഇതൊരു പ്രധാന നേതാവാണെന്ന് മാത്രമാണ്. സത്യം ആർക്കും അറിയില്ല. പൂക്കളും കല്ലുകളും കൊണ്ട് അലങ്കരിച്ച ഒരു മുറ്റത്തിന്റെ മൂലയിലുള്ള ഒരു ചെറിയ പ്ലാറ്റ്ഫോമായ ഒരു ഗാർഹിക ക്ഷേത്രത്തിലൂടെ നമ്മൾ നടക്കുന്നു. ഒരു സ്ത്രീ ഒരു വിളക്ക് കത്തിക്കുകയും ഒരു കൈ ഉയർത്തുകയും അവളുടെ ശ്വാസത്തിനിടയിൽ എന്തോ പിറുപുറുക്കുകയും ചെയ്യുന്നു. അത് വ്യക്തിപരവും സമാധാനപരവുമാണെന്ന് തോന്നുന്നു. പുരോഹിതനില്ല, പ്രഭാഷണവുമില്ല, സ്വകാര്യ വിശ്വാസം മാത്രം. പല വീടുകൾക്കും സമാനമായ കോണുകളുണ്ട്. തീ, വെള്ളം, ഭക്ഷണം എന്നിവ അർപ്പിക്കുന്ന ലളിതമായ ബലിയാടങ്ങൾ. അത് ഭയത്തെക്കുറിച്ചോ ശിക്ഷയെക്കുറിച്ചോ അല്ല. ഭൂമി, നദികൾ അല്ലെങ്കിൽ മറ്റു പൂർവികരോടുള്ള ബഹുമാനം പോലെയാണ് അത് അനുഭവപ്പെടുന്നത്. മതഗ്രന്ഥങ്ങളില്ല, ഉച്ചത്തിലുള്ള മന്ത്രങ്ങളുമില്ല. ജീവിതത്തിലെ ദിനജീവിതത്തിലെ ആത്മീക ശബ്ദം മാത്രം. വ്യത്യസ്തമായി തോന്നുന്ന ഒരു കെട്ടിടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത്. ഇതിന് ഉയർന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. ശുദ്ധീകരണ ചടങ്ങുകൾക്കാണ് ഇതുപയോഗിച്ചതെന്ന് ചിലർ വിശ്വസിക്കുന്നു. ചടങ്ങുകൾക്ക് മുമ്പ് കുളിക്കാനാണിത് ചെയ്തതെന്ന് മറ്റുള്ളവർ കരുതുന്നു. ഇതൊരു ആദ്യകാല സ്പാ മാത്രമായിരുന്നുവെന്ന് ചിലർ പറയുന്നു. ഗൗരവമായി ഇതിനെക്കുറിച്ച് ചൂടേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും ചരിത്രകാരന്മാർക്ക് ഈ കെട്ടിടങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന് ഉറപ്പില്ല. നഗരത്തിലൂടെ കടന്നുപോകുമ്പോൾ
ചുവരുകളിലും കലങ്ങളിലും ചിഹ്നങ്ങൾ മാന്തിക്കുഴിയുന്നാകുന്നത് നമ്മൾ കാണുന്നു. ഗ്രാഫിറ്റിയല്ല, അർത്ഥവത്തായ അടയാളങ്ങൾ പോലെ. ഒരു മത്സ്യം, ഒരു കാള, 3 പോയിന്റുള്ള നക്ഷത്രം. നമ്മൾ ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിച്ചെങ്കിലും അവർ തലകുനിച്ചു. അതെല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരുന്നു. തിരക്കഥ ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു. അതൊരു പ്രാർത്ഥനയായിരിക്കാം. ഒരുപക്ഷേ ഇത് പയർ സൂപ്പിൻ്റെ പാചകക്കുറിപ്പായിരിക്കാം. ആർക്കും കൃത്യമായി അറിയില്ല. എന്നാൽ ചിഹ്നങ്ങൾ എല്ലായിടത്തുമുണ്ട്. ആഭരണങ്ങളിൽ, ഉപകരണങ്ങളിലും കളിപ്പാട്ടങ്ങളിലും. ഓരോ കുടുംബത്തിനും അവരുടേതായ അടയാളമുണ്ടെന്ന് ചിലർ പറയുന്നു. സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യാനോ കഥകൾ പറയാനോ ഉള്ള ഒരു മാർഗമാണിതെന്ന് ചിലർ കരുതുന്നു. സത്യം, അത് കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു, കണ്ടെത്താൻ കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും അവ എന്താണെന്നറിയപ്പെടില്ല. വളകളിലും മുത്തുകളിലും സ്വർണ്ണ വെളിച്ചം വീശിക്കൊണ്ട് സൂര്യൻ ഇപ്പോൾ അസ്തമിക്കുകയാണ്. നമ്മളൊരു കിണറിന് സമീപം ഇരുന്ന് തണുത്ത വെള്ളം കുടിച്ച് വൈകുന്നേരം വരെ നഗരം വിശ്രമിക്കുന്നത് കാണുന്നു. ഫാഷനിൻ്റെയും വിശ്വാസത്തിൻ്റെയും കോലാഹലങ്ങൾ മൃദുവായ സംസാരത്തിലേക്കും ചിരിയിലേക്കും മങ്ങുന്നു. നക്ഷത്രങ്ങൾ മുകളിൽ മിന്നിമറയാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം മനുഷ്യൻ ആ കാലത്ത് എങ്ങനെ അനുഭവിച്ചിരുന്നുവെന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. വസ്ത്രം ധരിക്കുക, പ്രദർശിപ്പിക്കുക, പ്രാർത്ഥനകൾ മുഴങ്ങുന്നു. അതിൻ്റെ സന്തോഷത്തിനു വേണ്ടി മാത്രം നൃത്തം ചെയ്യുക. നാളെ നമ്മൾ പുതിയ കാഴ്ചകളിലേക്ക് പോകും. മതിലുകൾ നിർമ്മിക്കാനും ബോട്ടുകൾ ഓടിക്കാനും. ചുറ്റിക കൊണ്ട് കല്ലിനടിക്കുന്നതും മേൽക്കൂരയിൽ നിന്ന് കുട്ടികൾ അലറുന്നതുമായ ശബ്ദം കേട്ടാണ് രാവിലെ ഉറക്കമുണർന്നത്. നമ്മളിന്ന് വെറുതെ നോക്കി നിൽക്കുന്നില്ല, നമ്മൾ അവരോടൊപ്പം ചേരുകയാണ്. കാരണം ഒരു പുരാതന നഗരവും ഇതുപോലെ ആവാൻ മുത്തുകളും ആഭരണങ്ങളും മാത്രമുണ്ടായിട്ട് കാര്യമില്ല. അതിന് തക്കതായ ആസൂത്രണവും വിയർപ്പും ഗൗരവമേറിയ എഞ്ചിനീയറിംഗും ആവശ്യമാണ്. നഗരത്തിൻ്റെ അരികിലുള്ള ഒരു നിർമ്മാണ സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടെ ഒരു പുതിയ വീട് നിർമ്മാണം നടക്കുന്നുണ്ട്. എന്നാൽ അവിടെ സിമന്റ് മിക്സർ ഇല്ല, ഇലക്ട്രിക് ഡ്രിൽ മെഷീൻ ഇല്ല. അതിനു പകരമായി വിദഗ്ധ കൈകൾ, ടീം വർക്ക്, മനോഹരമായ ഡിസൈനുകൾ എന്നിവ മാത്രം. ചുവരുകൾ ഒരുപോലെയുള്ള തവിട്ടുനിറത്തിലുള്ള ഇഷ്ടികകൾ കൊണ്ട് ഉയർത്തുന്നുണ്ട്. ആ ഇഷ്ടികകൾ ചൂളയിൽ വച്ച് ചൂടാക്കി ഉണ്ടാക്കിയതാണ്, വെയിലിൽ വച്ചുണക്കിയതല്ല. അതുകൊണ്ട് തന്നെ അവ താങ്ങുള്ളതും വാട്ടർ പ്രൂഫുമാണ്. വളരെ കൃത്യതയോടെ നിർമ്മിച്ചതിനാൽ അവർക്ക് വളരെയധികം കുമ്മായത്തിൻ്റെയോ സിമൻറ്റിൻ്റെയോ ആവശ്യമില്ലാതെ അവ അടുക്കി വയ്ക്കാം. ഒരു മനുഷ്യൻ നമ്മളെ നോക്കി ഇഷ്ടികകൾ കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് ആംഗ്യം കാണിക്കുന്നു. 28 സെന്റിമീറ്റർ നീളവും 14 സെന്റിമീറ്റർ വീതിയും 7 സെന്റിമീറ്റർ ഉയരവുമുള്ള ഇഷ്ടികകൾ നമുക്ക് പൊങ്ങാവുന്ന രീതിയിൽ 4:2:1 അനുപാതത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹാരപ്പ, മോഹൻജദാരോ, ധോലവീര എന്നിവിടങ്ങളിലും നഗരം ഏതു തന്നെ ആയാലും ഇതുപോലെ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അവരെല്ലാം ഒരു സെൻട്രൽ മാനുവൽ ഫോളോ ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. എന്നാൽ ഇവിടെ ഒരു രാജാവിനെയോ ചക്രവർത്തിയോ കുറിച്ചുള്ള തെളിവുകളൊന്നുമില്ല. പിന്നെ ആരായിരിക്കും ഈ നിയമങ്ങളൊക്കെ നിർണയിച്ചത്? ഇത്ര കൃത്യതയോടെ എങ്ങനെയാണിത് നിർണയിച്ചത്? അതറിയില്ല. അതൊരു വലിയ രഹസ്യമാണ്. ഇവിടെ വലിയ കൊട്ടാരമൊന്നുമില്ല, യോദ്ധാക്കളുടെ പ്രതിമകളില്ല, മതിലുകളിൽ വലിയ യുദ്ധരംഗങ്ങളുമില്ല. എന്നാൽ എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതാണ് സിന്ധു നഗരങ്ങളുടെ സൗന്ദര്യം. അവ അരാജകത്വത്താൽ നിർമ്മിക്കപ്പെട്ടവയല്ല. സമൂഹവും അദൃശ്യവുമായൊരു സംവിധാനമാണ് അവ നിർമ്മിച്ചത്. പിന്നെ പാതിപൂർത്തിയായ ഒരു വീടിൻ്റെ മേൽക്കൂരയിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു തികഞ്ഞ ഗ്രിഡ് നമ്മൾ കാണുന്നു. വടക്ക് നിന്ന് തെക്ക്, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ പോകുന്ന തെരുവുകൾ. എല്ലായിടത്തും കൃത്യമായ സമചതുര കോണുകൾ. അത് ആധുനികമായി തോന്നുന്നു. ശേഷം തെരുവിലിറങ്ങുന്ന ഒരു കൂട്ടം തൊഴിലാളികളെ നമ്മൾ പിന്തുടരുന്നു. ഒരാൾ നിലത്തുള്ളൊരു കല്ല് നീക്കി ചാലു വൃത്തിയാക്കുന്നു. അതെ, ഒരു മൂടിയ ഡ്രെയിനേജ് സംവിധാനം. ചുട്ടുപഴുപ്പിച്ച ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ചാനലുകളിലൂടെ നഗരത്തിന് താഴെയായി മലിനജലം ഒഴുകുന്നു. എല്ലാ വീടുകളിലും അതിനുള്ള സൗകര്യമുണ്ട്. പൊതുകിണറുകൾ പോലും അതിലേക്ക് ഒഴുകുന്നു. പിന്നെ കുളിപാത്രവുമുണ്ട്. ഒരു ജാർ വെള്ളം ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്യാവുന്ന ചരിഞ്ഞ നിലകളുള്ള സ്വകാര്യ ഇടങ്ങൾ. ഇത് ഒരു കൊട്ടാരമല്ല, ഇതൊരു പദവിയാണ്. എല്ലാവർക്കും തുല്യമായി കിട്ടുന്ന പ്രത്യേക അവകാശം. ഒരു കിണറിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മൾ അവിടെ നിർത്തുന്നു.
ഇത് 20 മീറ്ററിലധികം ആഴമുള്ളതും ശ്രദ്ധാപൂർവം സ്ഥാപിച്ച ഇഷ്ടികകളാൽ ചുറ്റപ്പെട്ടതുമാണ്. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു സ്ത്രീ ഒരു കളിമൺ പാത്രം താഴ്ത്തി ശുദ്ധജലമെടുത്ത് തൻ്റെ മകന് നൽകുന്നു. ചൂടുള്ളതും പൊടിപടലങ്ങളുള്ളതുമായ ഒരു ഭൂമിയിൽ ശുദ്ധമായ വെള്ളം എല്ലാവർക്കും ഒരുപോലെ കിട്ടുക എന്നത് ഒരു ഭാഗ്യമാണ്. പിന്നീട് നഗരത്തിന്റെ അതിരിലേക്ക് പോകുന്ന ഒരു കൂട്ടത്തോടൊപ്പം നാം യാത്ര തുടരുന്നു. ഒരു നദിയുടെ അരികിലേക്കാണ് നമ്മൾ പോകുന്നത്. അവർ മത്സ്യത്തൊഴിലാളികളും ബോട്ട് നിർമ്മാതാക്കളുമാണ്. ഈ നദിയാണ് അവരുടെ ജീവിതം. അത് വെള്ളം നൽകുന്നു, ഭക്ഷണം നൽകുന്നു, യാത്രയ്ക്കുള്ള വഴി നൽകുന്നു. ഇതേത് നദിയാണെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും ചിലർ സിന്ധു എന്ന് പറയുന്നു, മറ്റുള്ളവർ ഇതാണ് ആഴത്തിൽ മറഞ്ഞുപോയ സരസ്വതി നദിയെന്ന് പറയുന്നു. ഇതാ നഗരത്തിന്റെ ആത്മാവിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും ഒഴുകുന്നു. തീരത്ത് ഇടുങ്ങിയ ബോട്ടുകൾ ഉറങ്ങുന്ന മുതലകളെപ്പോലെ തലകീഴായി വിശ്രമിക്കുന്നു. മരക്കൊമ്പുകളിൽ നിന്നുണ്ടാക്കിയ നീളമുള്ളതും മിനുസമാർന്നതും പൊള്ളയായതുമായ തട്ടുകൾ, ധാന്യങ്ങൾ, മൺപാത്രങ്ങൾ, ആളുകൾ, സന്ദേശങ്ങൾ പോലും ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് എത്തിക്കുന്നു. മരപ്പാശ ഉപയോഗിച്ച് ഒരെണ്ണം മുട്ടിക്കാൻ നമ്മൾ സഹായിക്കുന്നു. തുഴകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരാൺകുട്ടി നമ്മെ കാണിക്കുന്നു. ദീർഘദൂര യാത്രകൾക്ക് ക്ഷമ ആവശ്യമാണ്, അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നു. പക്ഷേ ഒടുവിൽ നിനക്കെത്തിച്ചേരാം. അന്ന് വൈകുന്നേരം നമ്മളൊരു വ്യാപാരിയോടൊപ്പം നദിയുടെ താഴേക്ക് പോവാൻ കപ്പൽ കയറുന്നു. അദ്ദേഹത്തിന്റെ ബോട്ടിൽ ധാന്യസഞ്ചികൾ, പരുത്തിത്തുണികളുടെ ചുരുളുകൾ, കളിമണ്ണിൽ പൊതിഞ്ഞ മുത്തുകളും കളിമണ്ണുകൊണ്ട് സീൽ ചെയ്ത ചെറിയ തടിപ്പെട്ടികളുമുണ്ട്. ആ മുദ്രകൾ, അവ ഷിപ്പിംഗ് ലേബലുകളും ഒപ്പുകളും പോലെയാണ്. ഓരോ മുദ്രകളും വ്യത്യസ്തമാണ്. കൊത്തുപണികളുള്ള ഒരു ചതുരക്കട്ട ഉപയോഗിച്ച് മെല്ലെ കളിമണ്ണിലേക്ക് അമർത്തുന്നു. ചിലർ കാളകളുടെയോ യൂണിക്കോണുകളുടെയോ കടുവകളുടെയോ മുദ്രകളാണ് പതിപ്പിച്ചിരിക്കുന്നത്. ചിലർ മനുഷ്യരുടെയും മരങ്ങളുടെയും പുരാണ മൃഗങ്ങളുടെയും മുദ്രയാണ് പതിപ്പിച്ചിരിക്കുന്നത്. മിക്കവാറും എല്ലാത്തിലും ആ നിഗൂഢമായ സിന്ധു ലിപി ഉൾപ്പെടുന്നു. നമ്മൾ ഒരുപാട് സമയം ഇവിടെ തന്നെ നിൽക്കുന്നു. കാരണം ഇത് സിന്ധു താഴ്വരയെക്കുറിച്ചുള്ള ഏറ്റവും വിചിത്രവും രസകരമായ കാര്യങ്ങളിലൊന്നാണ്. അവർ എഴുതുമായിരുന്നു, പക്ഷെ നമുക്കതൊന്നും വായിക്കാൻ കഴിയില്ല. 100 കണക്കിന് ചിഹ്നങ്ങൾ, ചെറിയ സ്ട്രിങ്ങുകൾ, 4-5 പ്രതീകങ്ങളിൽ ഉൾക്കൊള്ളുന്ന ലളിതമായ ശ്രേണികൾ. അതിൽ ദൈർഘ്യമേറിയ വാചകങ്ങളില്ല. ഡീകോഡ് ചെയ്യാൻ റോസറ്റ സ്റ്റോണുമില്ല. ചിലർ ഇതൊരു പൂർണ്ണ ഭാഷയാണെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർ പറയുന്നത് ഇവ ലോഗോകൾക്കും സിംബൽസിനുമപ്പുറം അവരുടെ കുടുംബങ്ങളെയോ വ്യാപാരങ്ങളെയോ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങളാണെന്നാണ്. എങ്ങനെയായാലും ഇവരെ മുദ്രകളിലും ഉപകരണങ്ങളിലും മൺപാത്രങ്ങളിലും തുടങ്ങി മുഴുവൻ മേഖലയിലും തന്നെ കാണാം. അവരൊരു ബ്രാൻഡാണ്, ഒരു ബാഡ്ജ്, അല്ലെങ്കിൽ കാലം കടന്ന് നമുക്കൊപ്പമെത്തുന്ന ഒരു മൗന ശബ്ദം. നമ്മുടെ പട്ടണങ്ങളെപ്പോലെ തോന്നിക്കുന്ന ഒരുപാട് പട്ടണങ്ങൾ നമ്മൾ കടന്നു പോകുന്നു. വീടുകളിൽ നിന്നും വിളക്കുകൾ കത്തുന്നു, ചിമ്മിനികളിൽ നിന്നും പുകയുയരുന്നു. ബോട്ടിൽ നീണ്ടുപോകുന്ന ഈ വ്യാപാരം എത്രത്തോളം വ്യാപകമാണെന്ന് നമ്മൾ നോക്കി നിൽക്കുന്നു. പടിഞ്ഞാറെത്തിയ ബോട്ടുകൾ മെസപ്പൊട്ടേമിയയിലേക്ക് കടക്കുന്ന കാരവാനുകളുമായി കണ്ടുമുട്ടുന്നു. അതാണ് ഇന്നത്തെ ഇറാഖ്. അവിടെ മുത്തുകൾക്കും കമ്പിളിത്തുണികൾക്കുമൊപ്പം സിന്ധു മുദ്രകളും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. പകരമായി സിന്ധു ജനതയ്ക്ക് വെള്ളി, ലാപ്പിസ് ലാസുലി എന്ന രത്നങ്ങൾ, എഴുത്തുപരിജ്ഞാനം എന്നിവ തിരിച്ചും ലഭിക്കുന്നു. ഇത് സങ്കൽപ്പിക്കാൻ പ്രയാസമാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന 2 നാഗരികതകളെ ബന്ധിപ്പിക്കുന്ന ഒരു നദിയിൽ പൊങ്ങിക്കിടക്കുകയാണ് നമ്മൾ. തുഴകളും സമർത്ഥരായ മനസ്സുകളും നദികളോടുള്ള ആഴത്തിലുള്ള ബഹുമാനവുമാണ് ഇതിനെല്ലാം കരുത്തു പകരുന്നത്. നമ്മൾ നഗരത്തിലേക്ക് മടങ്ങി വരുമ്പോഴേക്കും ഇരുട്ടായി കഴിഞ്ഞിരുന്നു. തൊഴിലാളികൾ മേൽക്കൂരകളിൽ വിശ്രമിക്കുകയും പയറും ഗോതമ്പ് റൊട്ടിയും കഴിക്കുകയും കഥകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ചാലു കഴുകിയ ആൾ നമ്മിലേക്ക് തിരിയുന്നു. ഇഷ്ടിക കച്ചവടക്കാരൻ തല കൂലുക്കുന്നു. ബോട്ട് നിർമ്മാണക്കാരൻ തൻ്റെ കുഞ്ഞിന് താറാട്ടുപാട്ട് പാടി ഉറക്കുന്നു. നമ്മൾ നക്ഷത്രങ്ങളെ നോക്കി കിടന്നുറങ്ങി. ഇവിടെ ഒരു രാജാവും ഭരിക്കുന്നില്ല, യുദ്ധ ബാനറുകൾ പറക്കുന്നില്ല. എന്നിട്ടും ഈ നഗരം ക്രമത്തോടും അഭിമാനത്തോടും സമാധാനത്തോടും ശ്വസിക്കുന്നു. നാളെ നമുക്ക് കളിക്കാം. നമ്മൾ കുട്ടികളോടൊപ്പം ചിരിക്കുകയും സ്വന്തമായി ചില കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും.
മേൽക്കൂരകൾക്ക് മുകളിലൂടെ അലസമായി സൂര്യൻ ഉദിക്കുന്നു. ഇത്തവണ നമ്മൾ ജോലിക്ക് തിരക്ക് കൂട്ടേണ്ടതില്ല. ഇന്ന് നാം ചിരികളെ പിന്തുടരുന്നു. പൊടിയുള്ള പാതകളിലൂടെ നഗ്നപാതരായി ഓടുന്ന കുട്ടികളുടെ മന്ദഹാസം അവരുടെ കണ്ണുകൾ ആവേശത്തോടെ വീശുന്നു. ഇതൊരു അവധിക്കാലമാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ വിശ്രമ ദിവസമായിരിക്കാം. നഗരം കൂടുതൽ പ്രകാശമുള്ളതായി അനുഭവപ്പെടുന്നു. ഒരു ആൽമരത്തിനടിയിലുള്ള മുറ്റത്ത് ഒരു കൂട്ടം കുട്ടികൾ ഒരു കളി സജ്ജീകരിക്കുന്നു. 2 ടീമുകൾ, ഒരു പന്ത്, ലൈനുകൾ വരച്ചു. എല്ലാ നിയമങ്ങളും നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഊർജം പകർച്ചവ്യാധിയാണ്. ഒരു പന്ത് എറിയപ്പെടുന്നു, ഒരു ആഹ്ലാദമുയരുന്നു. പെട്ടെന്ന് നമ്മളും കളിക്കുന്നു. നമ്മൾ എപ്പോഴോ ഇവിടെ താമസിച്ചതുപോലെ തോന്നുന്നു. മത്സരത്തിന് ശേഷം ഒരു കുട്ടി നിധി പര്യവേക്ഷണം ചെയ്യാൻ നമ്മെ ക്ഷണിക്കുന്നു. ഒരു ചരടുകൊണ്ട് വലിക്കുന്ന ചെറിയ ചക്രങ്ങളുള്ള ഒരു തടിവണ്ടി, എല്ലാ നിറത്തിലുമുള്ള കളിമൺ മാർബിളുകൾ, ചായം പൂട്ടിയ വരകളുള്ള മൃഗങ്ങളുടെ പ്രതിമകൾ, കോൺ ആകൃതിയിലുള്ള കൗതുകകരമായ സ്പിന്നിംഗ് ടോപ്പ്. ഇവ വെറും സ്ക്രാപ്പുകൾ മാത്രമല്ല, അവ ശ്രദ്ധയോടെ ചായം പൂട്ടിയതും സന്തുലിതവും പ്രിയപ്പെട്ട രീതിയിലും ഡിസൈൻ ചെയ്തതുമായിരുന്നു. ഒരാൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം കാണിക്കുന്നു. ചലിക്കുന്ന കൊമ്പുകളുള്ള ചെറിയൊരു കാള. അവൻ അതിനെ മുന്നോട്ട് തള്ളുന്നു. അത് ജീവനോടെയുള്ളതുപോലെ തലയാട്ടുന്നു. കുട്ടികളുടെ ചില മൂത്ത സഹോദരങ്ങളോടൊപ്പം നാം ഇരിക്കുന്നു. കൗമാരക്കാർ കൈകൊണ്ട് ജോലി ചെയ്യുന്നു. സോപ്പ് സ്റ്റോൺ മുദ്രകൾ കൊത്തിയെടുക്കുക എന്നതാണൊന്ന്. ചുവപ്പും കറുപ്പും വരകളുള്ള ചെറിയ കലങ്ങൾ വരയ്ക്കുന്നതാണ് മറ്റൊന്ന്. കളിമൺ ഫലകത്തിൽ ചിഹ്നങ്ങളുടെ ഒരു ചെറിയ വരി ആലേഖനം ചെയ്യാൻ ചെമ്പു ഉളി ഉപയോഗിക്കുന്നതാണ് മറ്റൊന്ന്. ഇത് എൻ്റെ പേര് പറയുന്നു എന്ന് അവൾ അഭിമാനത്തോടെ നമ്മോട് പറയുന്നു. നമുക്ക് അത് വായിക്കാൻ കഴിയുന്നില്ല, പക്ഷേ അവളുടെ ശബ്ദത്തിൽ ആത്മവിശ്വാസം നമ്മോട് സംസാരിക്കുന്നു. ഒരു മൂലയിൽ ഒരു കൂട്ടം മുതിർന്നവർ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ഗെയിം കളിക്കുന്നത് നാം കണ്ടെത്തുന്നു. ഇത് ചെസ്സിൻ്റെയോ ചെക്കറുകളുടെയോ ആദ്യകാല പതിപ്പ് പോലെ കാണപ്പെടുന്നു. പരന്ന കല്ലുകൾ കൊത്തുപണികളുള്ള ഒരു തടി ബോർഡിന് കുറുകെ നീങ്ങുകയും തന്ത്രത്തെ ചൊല്ലി ചൂടേറിയ സംവാദങ്ങൾ ഉയരുകയും ചെയ്യുന്നു. ഇത് വെറും വിനോദത്തിനു വേണ്ടി മാത്രമല്ല. ഇവിടത്തെ ഗെയിമുകൾ മുൻകൂട്ടി ചിന്തിക്കുക, ഇടപാടുകൾ നടത്തുക, ആളുകളെ വായിക്കുക എന്നീ കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഒഴിവു സമയത്തെ ഒരു വിനോദവുമാണ്. അടുത്തുള്ള ഒരു കടയിൽ ഒരു സ്ത്രീ കറുത്ത മുത്തുകൾ നെക്ലേസിൽ കെട്ടിക്കൊണ്ട് തൻ്റെ കുഞ്ഞിന് ഒരു പാട്ടുപാടുന്നു. അവൾ നമ്മെ നോക്കി പറയുന്നു, കളിപ്പാട്ടങ്ങളും ആഭരണങ്ങളും കളിയേക്കാൾ കൂടുതൽ സംരക്ഷണത്തിനാണെന്ന്. ചില രൂപങ്ങൾ ദുഷ്ടാത്മാക്കളെ അകറ്റി നിർത്തുന്നു. ചില നിറങ്ങൾ ഭാഗ്യം കൊണ്ടുവരുന്നു. ചില വസ്തുക്കൾ ശരീരത്തെ തണുപ്പിക്കുകയോ മനസ്സിനെ ശാന്തമാക്കുകയോ ചെയ്യുന്നു. എല്ലാ വസ്തുവിനും അർത്ഥമുണ്ട്. പരുത്തി നൂൽ കറക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വീട് നാം സന്ദർശിക്കുന്നു. ഈ പ്രക്രിയ ശാന്തമാണ്. റോൾ ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, സ്പിൻ ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. നൂൽ ഒരു സ്പിൻഡിലിൽ മുറിക്കുകയും പിന്നീട് ചുവപ്പ്, മണ്ണിൻ്റെ മഞ്ഞ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിൽ ചായം പൂശുകയും ചെയ്യുന്നു. പിന്നീട് അത് തുണിയായി നെയ്തെടുക്കും. മൃദുവും ശ്വസിക്കാൻ കഴിയുന്നതും മരുഭൂമിയിലെ ചൂടിന് അനുയോജ്യവുമായിരിക്കും. ഒരു കുട്ടി നമ്മെ പക്ഷിയുടെ ആകൃതിയിലുള്ള ടെറക്കോട്ട വിസിലുണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. അവളുടെ സാങ്കേതിക വിദ്യ പകർത്താൻ നാം ശ്രമിക്കുന്നു. നമ്മുടെ വിരലുകൾക്ക് കീഴിൽ കളിമണ്ണ്, വിരലുകൾ വെള്ളത്തിൽ പൊതിഞ്ഞിരിക്കുന്നു. ഒടുവിൽ ഒരു ചെറിയ താറാവിനെ രൂപപ്പെടുത്തുന്നു. അത് ഊതുമ്പോൾ നിലവിളിക്കുന്നു. അവൾ കൈകൊട്ടുന്നു. ഇത് വൃത്തികെട്ടതാണ്, പക്ഷേ അത് പാടുന്നു. അതാണ് പ്രധാനം. അവൾ പറയുന്നു. ഉച്ച കഴിഞ്ഞ് നാം വീടിൻ്റെ ചുവരുകളിൽ കൊത്തിവെച്ച ചുവർ ചിത്രങ്ങൾ കടന്നുപോകുന്നു. ചിലർ ഉയരമുള്ള മുടിയും വിശാലമായ കണ്ണുകളുമുള്ള ആളുകളെ കാണിക്കുന്നു. മറ്റുള്ളവ കടുവകൾ, മരങ്ങൾ, വിചിത്രമായ കൊമ്പുള്ള ജീവികൾ എന്നിവയെ കാണിക്കുന്നു. കഥകൾ. ഓരോ കുടുംബത്തിനും ഒരെണ്ണമുണ്ട് എന്നൊരു പെൺകുട്ടി നമ്മോട് പറയുന്നു. അവരെന്താണ് ഉദ്ദേശിച്ചതെന്നറിയാൻ നാം ആഗ്രഹിക്കുന്നു. സൂര്യാസ്തമയത്തിനു മുമ്പ് അവർ നമ്മളെ നഗരത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വയലുകൾ ചക്രവാലത്തിലേക്ക് വ്യാപിക്കുന്നു. ഇവിടുത്തെ കുട്ടികൾ തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും അവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നു. കാളവണ്ടികൾ, ആടുകളുടെ കൂട്ടങ്ങൾ, ധാന്യങ്ങൾ കൂട്ടിയിട്ട നിലകൾ എന്നിവ നമ്മൾ കാണുന്നു. കൃഷി ഒരു ജോലി മാത്രമല്ല, അതൊരു താളമാണ്, ഒരു ആചാരമാണ്, പ്രകൃതിയുമായുള്ള ബന്ധമാണ്. തൻ്റെ മകൻ എങ്ങനെയാണ് മേഘങ്ങളെ മനസ്സിലാക്കാൻ പഠിക്കുന്നത് എന്ന് ഒരു പിതാവ് നമുക്ക് കാണിച്ചു തരുന്നു. ഞങ്ങൾ മഴയെ മാത്രം കാത്തു നിൽക്കുന്നില്ല, അത് വരുന്നതായി ഞങ്ങൾ കേൾക്കുന്നു, അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ജ്ഞാനം വഹിക്കുന്നു.
അന്ന് വൈകുന്നേരം അയൽപ്പക്കക്കാർ മുഴുവൻ സംഗീതത്തിനായി പരന്ന മേൽക്കൂരകളിൽ ഒത്തുകൂടുന്നു. കളിമൺ ഡ്രമ്മുകൾ, മുള, ഓടക്കുഴലുകൾ, കാൽമുട്ടുകളിൽ ബെൽസ്. നമുക്ക് പേരിടാൻ കഴിയാത്ത ഭാഷയിൽ ഒരു സ്ത്രീ ഒരു രാഗം പാടുന്നു. പക്ഷേ അത് ഒരു ഓർമ്മ പോലെ നമ്മുടെ നെഞ്ചിൽ ഉറച്ചു നിൽക്കുന്നു. കുട്ടികൾ സർക്കിളുകളിൽ നൃത്തം ചെയ്യുന്നു. ഞങ്ങളുടെ കളിപ്പാട്ട് താറാവ് നിലവിളിക്കുന്നു. മേൽക്കൂരകളുടനിയാൻ ചിരി പ്രതിധ്വനിക്കുന്നു. നക്ഷത്രങ്ങൾ മിന്നിമറയുകയും ചന്ദ്രൻ വെള്ളിനിറത്തിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്യുമ്പോൾ നാം ആ കുട്ടികളുടെ അരികിൽ കിടക്കുന്നു. കളിപ്പാട്ടങ്ങൾ നമുക്ക് ചുറ്റും ചിതറിക്കിടക്കുന്നു. നമ്മുടെ മുടിയിൽ മുത്തുകൾ കെട്ടിക്കിടന്നു. ആ പാട്ട് ഇപ്പോഴും നമ്മുടെ ചെവിയിലുണ്ട്. ഏറ്റവും പഴയ നഗരങ്ങളിൽ പോലും കുട്ടിക്കാലം ഒരിക്കലും നിശബ്ദമായിരുന്നില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിരി, കളികൾ, സംഗീതം, സ്വപ്നങ്ങൾ എന്നിവയോടെ അത് മുഴങ്ങി. ഇന്നത്തെ പോലെ തന്നെ നമ്മൾ ആശ്ചര്യപ്പെടുന്നു. ഈ നഗരങ്ങൾ അപ്രത്യക്ഷമായപ്പോൾ ആ കളിപ്പാട്ടങ്ങളും ശാന്തമായോ? നഗരത്തിൻ്റെ ശാന്തമായൊരു ഭാഗത്തിലൂടെ നമ്മൾ അലഞ്ഞുതിരിയുമ്പോൾ പ്രഭാത മൂടൽമഞ്ഞ് മെല്ലെ നീങ്ങുന്നുണ്ടായിരുന്നു. അവിടാകമാനം മഞ്ഞളിൻ്റെയും നനഞ്ഞ ഇലകളുടെയും മണം. ഇവിടെ ആളുകൾ തലകുനിച്ച് പതുക്കി നടക്കുന്നു. കൈകളിൽ ഔഷധ സസ്യങ്ങളുടെ ബണ്ടലുകളോ ചാരത്തിൻ്റെ ചെറിയ പാത്രങ്ങളോ ഉണ്ട്. നമ്മൾ വൈദ്യന്മാരുടെ ലോകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. തുറന്ന മുറ്റമുള്ള ഒരു മണ്ണിട്ട ഇഷ്ടിക വീടാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ്. ദയയുള്ള കണ്ണുകളും മുഖത്ത് നദിയിലെ ഓളങ്ങൾ പോലെ ചുളിവുകളുമുള്ള ഒരു മനുഷ്യൻ കുറച്ചു പച്ചിലകൾ കല്ലിൽ അരയ്ക്കുകയാണ്. അവൻ മുകളിലേക്ക് നോക്കുകയും പുഞ്ചിരിക്കുകയും നമ്മോട് ഇരിക്കാൻ ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നു. ഇത് പനിക്ക് വേണ്ടിയുള്ളതാണ്. അല്പം പച്ചിലകളുടെ പേസ്റ്റ് പിടിച്ച് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അത് നമ്മുടെ കൈത്തണ്ടയിൽ വെച്ച് അമർത്തുന്നു. അത് നല്ല തണുത്തതാണ്, സുഗന്ധമുള്ളതാണ്. നമുക്ക് പരിചയമുള്ള മഞ്ഞൾ, വേപ്പില, തുളസിയില തുടങ്ങിയവയാണ് അതിൽ മിക്കതും. നമ്മൾ തലകൂപ്പുന്നു. നമുക്ക് മനസ്സിലായതുകൊണ്ടല്ല, മറിച്ച് അത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ടാണ്. അടുത്തുള്ള ഒരു പായിൽ ഒരു കുട്ടി അവരുടെ അരികിൽ കിടക്കുമ്പോൾ വൈദ്യൻ കുന്തിരിക്കം കത്തിക്കുകയും ശരീരത്തിനുടനീളം പുകയെത്തിക്കുകയും ചെയ്യുന്നു. ശ്വാസതടസ്സത്തിന് ശ്വാസം ഉള്ളിലേക്കെടുക്കാനും പുറത്തേക്ക് വിടാനും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഉണങ്ങിയ വേരുകളുടെ ഒരു ബണ്ടിൽ ചുമന്ന് മറ്റൊരു സ്ത്രീ അവിടേക്ക് വരുന്നു. അവളുടെ വയറ്റിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ ആ വൈദ്യനോട് വേഗത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. അയാളത് വ്യക്തമായി കേട്ടതിന് ശേഷം ശാന്തതയോടെ അദ്ദേഹം ഒരു പിടി കറുത്ത വിത്തുകൾ തിരഞ്ഞെടുക്കുകയും അവ തേൻ കൂട്ടി പൊടിച്ച് അവൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവളോട് ഒരു തണലിൽ വിശ്രമിക്കാൻ പറയുന്നു. ചികിത്സകളൊന്നും തിടുക്കത്തിലല്ല, അത് ക്ഷമയുള്ളതാണ്. നന്നായി നിരീക്ഷിച്ചാണ് ഓരോന്നും ചെയ്യുന്നത്. പട്ടണത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നമ്മളൊരു മിഡ്വൈഫിനെ കണ്ടുമുട്ടുന്നു. അവളുടെ ഉപകരണങ്ങൾ ലളിതമാണ്. നൂലുകൾ, കളിമൺ കലങ്ങൾ, ചൂടുള്ള തുണി, മൂർച്ചയുള്ള കല്ലുകൾ തുടങ്ങിയവയാണ്. എന്നാൽ അവളുടെ കണ്ണുകൾ അറിവുകൊണ്ട് തിളങ്ങുന്നു. അവർ പ്രസവത്തെക്കുറിച്ചും വേദന ലഘൂകരിക്കുന്നതിനുള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ചും രക്തസ്രാവം നിർത്താനുള്ള പൊടികളെക്കുറിച്ചും നമ്മോട് പറയുന്നു. ഒരു യുവ അമ്മ നവജാത ശിശുവിനെ നെഞ്ചിൽ പിടിച്ച് ഭാഷയേക്കാൾ പഴക്കമുള്ളൊരു രാഗം ആലപിക്കുന്നത് കണ്ട് അവൾ അവരോട് ചായ്വ് കാണിക്കുന്നത് നമ്മൾ കാണുന്നു. അയൽപക്കത്തുള്ള ഒരു യുവ അപ്രന്റിസിനെ നമ്മൾ പിന്തുടരുന്നു. മഴ പോലെ മണക്കുന്ന ഒരു ഇരുണ്ട വെള്ളത്തിലേക്ക് എന്തോ ഒരു പുറന്തൊലി തിളപ്പിക്കാൻ അവൻ പഠിക്കുകയാണ്. ഇത് സന്ധികൾക്ക് വേണ്ടിയാണെന്നും എല്ലുകളിലെ വേദനയ്ക്കാണെന്നും അദ്ദേഹം പറയുന്നു. വെള്ള, മഞ്ഞ, കറുപ്പ്, ചുവപ്പ് നിറങ്ങളിൽ പൊടികൾ നിറച്ച ഒരു തടിപ്പെട്ടി അദ്ദേഹത്തിൻ്റെ ഗുരു നമ്മെ കാണിക്കുന്നു. ഓരോരുത്തർക്കും ഒരു കഥയുണ്ട്. അവർ പറയുന്നു, നിങ്ങൾക്ക് മനസ്സിലാകാത്തതിനെ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ കഴിയില്ല. ആളുകൾ കുളിക്കാൻ വരുന്ന ഒരു കുളക്കടവ് നമ്മൾ സന്ദർശിക്കുന്നു. അവിടെ കല്ലുകൊണ്ടൊരു തടമുണ്ടാക്കിയിട്ടുണ്ട്. അവിടേക്ക് ആളുകൾ വരുന്നത് ശുദ്ധീകരിക്കാൻ മാത്രമല്ല, അതിനേക്കാളും കൂടുതൽ സുഖം അല്ലെങ്കിൽ ഒരു ഹീലിംഗിന് വേണ്ടിയാണ്. ആളുകൾ തണുത്ത വെള്ളത്തിലേക്ക് കാലുകുത്തുമ്പോൾ പ്രാർത്ഥന നടത്തുന്നൊരു പുരോഹിതൻ സമീപത്ത് നിൽക്കുന്നു. ഇതൊരു വിശുദ്ധ കുളമാണ്. ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്തതും
മികച്ച ഇഷ്ടികകളാൽ വരച്ചതും ഒരു ചാനൽ നൽകുന്നതുമാണ്. ഇവിടെ വെള്ളവും മരുന്നാണ്. അടുത്തുള്ള വീട്ടിലെ ഒരു കുട്ടിക്ക് പനിയായതിനാൽ അവളുടെ അമ്മ ഒരു ടെറാക്കോട്ട അവളുടെ കഴുത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ ചരടുകൊണ്ട് കെട്ടുന്നു. ആത്മാക്കളെ അകറ്റി നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൾ നമ്മളോട് വിശദീകരിക്കുന്നു. അടുത്ത് ഒരു മൺപാത്രത്തിൽ ഔഷധസസ്യങ്ങൾ തിളയ്ക്കുന്നു. അതിൽ നിന്നും തീക്ഷ്ണവും കയ്പുമുള്ള ഗന്ധം മുറിയിൽ മുഴുവൻ നിറയുന്നു. ഒരു മുത്തശ്ശി അതിനൊപ്പം തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് വെറും മരുന്നു മാത്രമല്ല, അതൊരു തത്വശാസ്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഒരാളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് ശരീരവും ആത്മാവും കാലാവസ്ഥയും ഏകാന്തതയിൽ മാത്രമാണ് നടക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ ശസ്ത്രക്രിയയ്ക്കുള്ള കത്തികളോ ഡോക്ടർമാരിടുന്ന വെള്ളക്കോട്ടുകളോ ഒന്നുമില്ല. പക്ഷെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല അറിവാണ്. എല്ലാവരും ഓർമ്മയിൽ കൊത്തിവച്ചിട്ടുണ്ട്. അവരത് കൈമാറി പോവുകയാണ്. കീടങ്ങളുടെയും പ്രാണികളുടെയും കടിയേറ്റുണ്ടാകുന്ന കുരുക്കൾക്ക് ശമനം കിട്ടാൻ ചാരവും ചാണകവും ഉപയോഗിച്ച് ഒരു കുഴമ്പ് പോലെ ആക്കി ഉപയോഗിക്കും എന്ന് നമ്മൾ പഠിക്കുന്നു. മുറിവുകൾക്കായി നെയ്യും ചെമ്പുപൊടിയും ഉപയോഗിക്കുന്നു. ഓരോ അസുഖത്തിനുള്ള ഔഷധങ്ങൾ ഏതെന്നും ഔഷധസസ്യങ്ങൾക്ക് വേണ്ടി എവിടെയാണ് പോകേണ്ടത് എന്നും മനസ്സിലാക്കാൻ അവർ ഒരു പാട്ട് പോലും തയ്യാറാക്കിയിരിക്കുന്നു. ആദ്യം നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ്. പക്ഷെ അവരത് എത്ര മനസ്സോടെ പാടുന്നു, എത്ര സ്നേഹപൂർവമായാണ് ഓരോ ശബ്ദവും ഉച്ചരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ നമുക്ക് തന്നെ തോന്നിത്തുടങ്ങുന്നു. വിശ്വാസം തന്നെയാണോ ഇവിടെ ഔഷധം? ചന്തയിൽ വീടാന്തരം വാതിലുകളിൽ ഔഷധസസ്യങ്ങൾ കെട്ടിയിരിക്കുന്നു. തുളസി, ഉണക്കിയ മല്ലിക, കായുള്ള കൊമ്പുകളുള്ള ചെടികൾ. രക്ഷയ്ക്കാണ് എന്നാണ് കച്ചവടക്കാരൻ പറയുന്നത്. വീടിനും സൗഖ്യം വേണം എന്നൊക്കെ അയാൾ നമ്മോട് പറയുന്നു. വളരെ കാലമായി രോഗബാധിതനായ ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു ചടങ്ങ് നമ്മൾ കാണുന്നു. ശവസംസ്കാരമല്ല, മറിച്ച് ഒരു മോചന ചടങ്ങാണ്. കളിമൺ ദീപങ്ങൾ കത്തിക്കുന്നു, എന്തൊക്കെയോ മന്ത്രിക്കുന്നു, ദുഃഖം പങ്കുവയ്ക്കുന്നു. പിന്നെ കാറ്റ് മുകളിലോട്ട് ഉയരുമ്പോൾ ആളുകളുടെ മുഖത്തൊക്കെ ഒരു പുഞ്ചിരി കാണുന്നുണ്ട്. എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച ഫീലാണ് അവരുടെ മുഖത്തുള്ളത്. സന്ധ്യ അടുക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ വൈദ്യനൊപ്പം ഇരിക്കുന്നു. അദ്ദേഹം നമ്മോട് പറയുന്നു, നമ്മുടെ നഗരത്തിൽ അഴുക്കുചാലുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ശുദ്ധമായ കുളങ്ങളും ശുദ്ധമായ വെള്ളവും കിട്ടുന്നുണ്ട്. അത് രോഗത്തെ ഏറെക്കുറെ അകറ്റി നിർത്തുന്നു. എന്നാൽ രോഗം വന്നു പോകുമ്പോൾ നാം അതിനെ കേൾക്കേണ്ടതുണ്ട്. രോഗം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ നിനക്കറിയണം എന്നൊക്കെ അദ്ദേഹം നമ്മോട് പറയുന്നു. അവൻ വിരലുകൾ ഒരു ചൂടുള്ള എണ്ണപ്പാത്രത്തിൽ മുക്കി പതുക്കെ കൈകളിൽ തടവുന്നു. നാം ശരീരം ചിലപ്പോൾ മറക്കുന്നു. അതോർമ്മിപ്പിക്കുക എന്നതാണ് എൻ്റെ ജോലി. പുക, സുഗന്ധവ്യഞ്ജനങ്ങൾ, നിശബ്ദത എന്നിവ ശ്വസിച്ചുകൊണ്ട് നമ്മളൊരു പുൽപ്പായിയിൽ കിടക്കുന്നു. നമുക്ക് മുകളിലുള്ള മൂടൽമഞ്ഞിലൂടെ നക്ഷത്രങ്ങൾ മിന്നിമറിയുമ്പോൾ നമ്മുടെ നെഞ്ചിൽ എന്തോ അയഞ്ഞതായി അനുഭവപ്പെടുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ പരിചരണങ്ങൾ ഒട്ടും വിടാതെ തുടരുന്നു. ഇവിടെയും മറന്നുപോയ ഹരപ്പൻ നഗരങ്ങളിൽ പോലും ആർക്കെങ്കിലും നമ്മെ കേൾക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. ആർക്കെങ്കിലും നമ്മെ സുഖപ്പെടുത്താനുള്ള കൈയുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഒരു കളിമൺ പാത്രമുണ്ടാക്കുന്ന ചക്രം കറങ്ങുന്ന ശബ്ദം കേട്ട് നമ്മൾ ഉണരുന്നു. മൃദുവും താളാത്മകവുമായ ഹിപ്നോട്ടിക് ശബ്ദം. സൂര്യൻ നഗരത്തിൻ്റെ മേൽക്കൂരകൾ കയറുമ്പോൾ ഭൂമിയുടെയും തീയുടെയും സുഗന്ധത്താൽ നയിക്കപ്പെടുന്ന നാം കരകൗശല തൊഴിലാളികളുടെ ക്വാർട്ടറിലേക്ക് പോകുന്നു. അവിടെ ഒരു താഴ്ന്ന ചുമരെഴുത്തിനടിയിൽ ഒരയാളിരിക്കുന്നു. അവൻ്റെ കൈകൾ നനഞ്ഞ കളിമണ്ണുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഒപ്പം ഒരു കൈ ഉപയോഗിച്ച് അവൻ്റെ ചക്രം കറക്കുന്നു. മന്ദഗതിയിലുള്ള കൃത്യതയോടെ അദ്ദേഹം കളിമണ്ണിനെ ഒരു പാത്രമാക്കി മാറ്റുന്നു. തുടർന്ന് ഒരു കുപ്പി, പിന്നെ ഒരു പന്നിയെപ്പോലെ കഴുത്തുള്ള ഒരു നേർത്ത കുപ്പി. ഭരണാധികാരികളില്ല, അളവുകളില്ല, ഓർമ്മയും വികാരവും മാത്രം. അവൻ സംസാരിക്കുന്നില്ല, അയാൾ തലയുയർത്തി നോക്കുന്നുമില്ല. എന്നാൽ അവൻ്റെ കൈകൾ ഒരു കഥ പറയുന്നത് പോലെ നൃത്തം ചെയ്യുന്നു. അടുത്തുള്ള കുട്ടികൾ മൃദുവായ കളിമണ്ണിൽ തള്ളവിരലമർത്തി ചെറിയ ആനകളും പക്ഷികളും വണ്ടികളും ഉണ്ടാക്കി ചിരിക്കുന്നു. അവയിലൊന്ന് ചക്രങ്ങളുള്ള ഒരു ചെറിയ കാളയെ കാണിക്കുന്നു. അത് ഉരുളുന്നു. അയാൾ പുഞ്ചിരിക്കുന്നു. പൊടിയുള്ള നിലത്തിനകുറുകെ തള്ളിക്കൊടുക്കുന്നു. അവൻ്റെ സഹോദരി ഒരു ചെറിയ കളിമൺ സ്ത്രീയെ ഉയർത്തിപ്പിടിക്കുന്നു. വിശാലമായ ഇടുപ്പ്, പൂർണ്ണ സ്തനങ്ങൾ, നെഞ്ചിൽ കൊത്തിവെച്ച ഒരു നെക്ലേസും. അവൾ മഴ കൊണ്ടുവരുന്നു. പെൺകുട്ടി പറയുന്നു,
അവൾക്കെങ്ങനെ അറിയാമെന്ന് നമ്മൾ അവളോട് ചോദിക്കുന്നു. എന്നാൽ അവൾ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീ ഒരു ടെറാക്കോട്ട പാത്രത്തിൽ സങ്കീർണമായ കറുത്ത വരകൾ വരയ്ക്കുന്നു. അവളുടെ വിരലുകൾ വിറയ്ക്കുന്നില്ല. വള്ളികൾ, തിരമാലകൾ, സ്വപ്നങ്ങൾ എന്നിവ പോലെ വരകൾ വളഞ്ഞും സർപ്പിളാകൃതിയിലും കാണപ്പെടുന്നു. കറുത്ത പിഗ്മെന്റിൽ മുക്കിയ നേർത്ത ഞാങ്ങണയാണ് അവൾ ഉപയോഗിക്കുന്നത്. സ്റ്റെൻസിലുകളില്ല, ഡൂഓവറുകളില്ല, പാരമ്പര്യത്തിൻ്റെ സ്ഥിരമായ സ്പന്ദനം മാത്രം. അവൾ അത് ചെയ്തു കഴിഞ്ഞാൽ വെളിച്ചത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. പാറ്റേണുകൾ രഹസ്യങ്ങൾ പോലെ തിളങ്ങുന്നു. നാം ഒരു തുറന്ന ചൂളയിലൂടെ കടന്നുപോകുന്നു. തീയിൽ നിന്ന് പുകയുയരുന്നു. ഉള്ളിലുള്ള ചുവന്ന കലങ്ങളുടെ നിരകൾ തിളങ്ങുന്നു. അവ വെറും കണ്ടെയ്നറുകൾ മാത്രമല്ല, അവർ സന്ദേശവാഹകരാണ്. അടുക്കളകൾ, ക്ഷേത്രങ്ങൾ, വീടുകൾ, ശവകുടിലങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അവർ യാത്ര ചെയ്യും. അവർ ധാന്യം, വെള്ളം, എണ്ണ, ഓർമ്മ എന്നിവ സൂക്ഷിക്കും. തീ പൊട്ടിത്തെറിക്കുന്നു. കളിമണ്ണ് തന്നെ ജീവനോടെയുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. താപത്താൽ, കാലക്രമേണ കഥയാൽ രൂപാന്തരപ്പെടുന്നു. മറ്റൊരു മുറ്റത്ത് നാം ഒരു മുത്തുനിർമ്മാതാക്കളുടെ ഒരു സംഘത്തെ കാണുന്നു. അവർ ഒരു വൃത്തത്തിലിരുന്ന് കാർണേലിയൻ, അഗേറ്റ്, ജാസ്പർ എന്നീ ചെറിയ തിളങ്ങുന്ന കല്ലുകൾ ഓർബുകളായി പൊടിക്കുന്നു. ഒരു യുവതി അവയെ വളരെ നേർത്തതും സൗമ്യമുള്ളതുമായ ഒരു നെക്ലസിൽ ഇഴയ്ക്കുന്നു. അത് വെളിച്ചം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. അത് പിടിക്കാൻ അവൾ നമ്മളെ അനുവദിക്കുന്നു. ഇത് തണുത്തതും ഭാരമുള്ളതും നല്ല തിളങ്ങുന്നതുമാണ്. ദേവിക്കു വേണ്ടി അവൾ പറയുന്നു. അല്ലെങ്കിൽ അത് വെറും ഫാഷനാണ്. പക്ഷേ അത് രണ്ടുമാവാം. പകൽ ചൂടാകുമ്പോൾ ചെറിയ മുദ്രകൾ നിറഞ്ഞ ഒരു മുറി നമ്മൾ സന്ദർശിക്കുന്നു. കടുവകൾ, യൂണിക്കോൺ പോലുള്ള കാളകൾ, ചിറകുകളുള്ള പക്ഷികൾ, ചിഹ്നങ്ങളും മൃഗങ്ങളും, കൊത്തിയെടുത്ത ചതുരങ്ങൾ എന്നിവയാൽ മിനുസമാർന്ന കല്ലുകൾ. ഇവ സ്വത്വത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടയാളങ്ങളാണെന്ന് ഒരെഴുത്തുകാരി വിശദീകരിക്കുന്നു. വിചിത്രമായ ലൂപ്പിംഗ് സ്ക്രിപ്റ്റുള്ള ഒരെണ്ണം അദ്ദേഹം എടുക്കുന്നു. ഇതെങ്ങനെ വായിക്കണമെന്ന് ആർക്കും ഓർമ്മയില്ല, അദ്ദേഹം പറയുന്നു. കൈകൾ കൊണ്ട് ആ മുദ്ര മൃദുവായ കളിമണ്ണിലേക്ക് അമർത്തുന്നത് നമ്മൾ സങ്കൽപ്പിക്കുന്നു. ഒരു കരാർ ഉണ്ടാക്കി, ഒരു യാത്ര തുടങ്ങി, മുദ്ര വെച്ച ഒരു വാഗ്ദാനം. അധികം അകലെയല്ലാതെ വെങ്കലവും ചെമ്പും നിറച്ച ഒരു ശില്പശാല നാം കണ്ടെത്തുന്നു. പുരുഷന്മാർ പരന്ന ചെമ്പു ഷീറ്റുകൾ വളകളാക്കി മാറ്റുന്നു. മറ്റുള്ളവർ ലോസ്റ്റ് വെഗ്സ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചെറിയ പ്രതിമകൾ നിർമ്മിക്കുന്നു. ഉരുക്കുക, രൂപകൽപ്പന ചെയ്യുക, തണുപ്പിക്കുക. അവയിലൊരാൾ അതിലോലവും മനോഹരവുമായ ഒരു പ്രതിമ ഉയർത്തിപ്പിടിക്കുന്നു. അത് നമ്മുടെ ശ്വാസമെടുക്കുന്നു. ഒരു നർത്തകി ഇടുപ്പ് ധരിച്ച് ധാടി ഉയർത്തി കൈകൾ ചലിപ്പിച്ചുകൊണ്ട് അവൾ നീങ്ങുകയാണ്. സിന്ധുവിലെ കല ഉച്ചത്തിലല്ല, വലിയ കാര്യമല്ല, എന്നാൽ അതെല്ലായിടത്തുമുണ്ട്. ഒരു മുത്തിൻ്റെ ഭാരത്തിൽ, ഒരു ചായം പൂശിയ വരയുടെ ചുരുളിൽ, ശ്രദ്ധാപൂർവം രൂപപ്പെടുത്തിയ ഒരു പാത്രത്തിൽ. ചെറിയ കാര്യങ്ങളിൽ പോലും സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനതയെക്കുറിച്ചാണത് സംസാരിക്കുന്നത്. നമ്മൾ പിന്നെ ഒരു നെയ്ത്തുകാരൻ്റെ വീട് സന്ദർശിക്കുകയും ചായം പൂശിയ പരുത്തി തുണി കാണാൻ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. തുണി പരുക്കനും എന്നാൽ ശക്തവുമാണ്. ഇൻഡിഗോയും മാതറും ഉപയോഗിച്ച് പാറ്റേൺ ചെയ്തിരിക്കുന്നു. അച്ചടിക്കുപയോഗിക്കുന്ന ഒരു ബ്ലോക്ക് നമ്മളെ ഒരു പെൺകുട്ടി കാണിച്ചു തരുന്നു. ചെറിയ മത്സ്യങ്ങൾ അതിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. അവളത് മഷിയിൽ മുക്കി തുണിയിൽ അമർത്തുന്നു. മത്സ്യങ്ങളുടെ ഒരു സ്കൂൾ പ്രത്യക്ഷപ്പെടുന്നു. അവർ സന്തോഷത്തോടെ തുണിക്ക് കുറുകെ നൃത്തം ചെയ്യുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാം പുഴയുടെ തീരത്തേക്ക് നടക്കുന്നു. കളിമണ്ണ്, മെഴുകെന്നിവ കൊണ്ട് നിർമ്മിച്ച ചെറിയ ബോട്ടുകൾ കൊണ്ട് കുട്ടികൾ അവിടെ കളിക്കുന്നു. ബോട്ടുകൾ പതുക്കെ കറങ്ങുന്നു. തീപ്പൊരികൾ മിന്നിമറയുന്നു. വെള്ളത്തിലെ ഇരുട്ടിലേക്ക് ആ ബോട്ടുകൾ വെളിച്ചം കൊണ്ടുപോകുന്നത് കണ്ട് നാം നിശബ്ദരായിരിക്കുന്നു. ഉറങ്ങുന്നതിനു മുമ്പ് നമ്മൾ ഇന്ന് എന്താണ് കണ്ടതെന്ന് ചിന്തിക്കുന്നു. വലിയ കൊട്ടാരങ്ങളില്ല, വലിയ പ്രതിമകളില്ല, സ്വർണ സിംഹാസനങ്ങളില്ല. എന്നിട്ടും ഇവിടെയൊരു കലയുണ്ട്. നിശബ്ദം, സൂക്ഷ്മത, നിത്യത. നിങ്ങളുടെ കൈപ്പത്തിയിൽ ചേരുന്ന തരം, നിലവിളിക്കാത്തതും എന്നാൽ 4000 വർഷത്തിലുടനീളം മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതുമായ തരം.
നമ്മുടെ കണ്ണുകൾ അടയ്ക്കുന്നു. കളിമൺ നർത്തകരെയും ചായം പൂശിയ പാത്രങ്ങളെയും നാനിന്ന് കണ്ടു. ഒരു കൊത്തുപണി ഉപകരണത്തിൻ്റെ മൃദുവായ സ്ക്രാച്ച്, ഒരു കുശവന്റെ ചക്രത്തിൻ്റെ കറക്കം, ആർക്കും വായിക്കാൻ കഴിയാത്ത ചിഹ്നങ്ങളിൽ പറഞ്ഞൊരു കഥയുടെ പിറുപിറുക്കൽ എന്നിവ നമ്മൾ കേൾക്കുന്നു. ആ നിമിഷത്തിൽ നമുക്കറിയാം, ഹാരപ്പക്കാർ സ്വപ്നം കണ്ടു. അവരത് നടപ്പാക്കി. അവർ സങ്കൽപ്പിച്ചു. അവരുടെ ആത്മാക്കളുടെ വിരലടയാളങ്ങൾ ഉപയോഗിച്ച് ഇപ്പോഴും പാടുന്ന ഒരു ലോകം അവരവശേഷിപ്പിച്ചു. രാത്രി കഠിനമാണ്. മറക്കാനാകാത്തത് എന്തെങ്കിലും മനസ്സിൽ കടന്നുകൂടിയ പോലെ വായുവിന് എന്തോ മാറ്റമുള്ളതായി തോന്നുന്നു. നമ്മളിന്ന് ഉണർന്നത് നിശബ്ദതയിലേക്കാണ്. സമാധാനത്തിന്റെ ശാന്തതയിലേക്കല്ല, മറിച്ച് എന്തോ നഷ്ടമായതിന്റെ നിശബ്ദതയിലേക്കാണ്. പതുക്കെ ഭാരം കുറയുന്ന ഒരു ശരീരം പോലെ നഗരം എങ്ങനെയോ നേർത്തതായി അനുഭവപ്പെടുന്നു. നമ്മൾ വീണ്ടും ഹാരപ്പയിലെ തെരുവുകളിലൂടെ നടക്കുന്നു. പക്ഷേ ഇപ്പോൾ അവ ശാന്തമാണ്. വണ്ടികൾ കുറവാണ്, വ്യാപാരികൾ കുറവാണ്. ഒരു വാതിൽക്കൽ ഒരു പാത്രം പൊട്ടിക്കിടക്കുന്നു. ഒരിക്കൽ കുട്ടികളുടെ ചിരിയോടെ മുഴങ്ങിയ കിണർ ഇപ്പോൾ വരണ്ടതാണ്. എഴുത്തുകാരുടെ മുറ്റം ശൂന്യമാണ്. ഏറ്റുമുട്ടലുകളില്ല, തീപിടുത്തമില്ല, തകർന്ന പ്രതിമകളോ രക്തക്കറകളോ ഒന്നും തന്നെയില്ല. വെറുതെ എല്ലാം മാറിയിരിക്കുന്നു. കിണറ്റിലെ ഒരു സ്ത്രീയോട് എല്ലാവരും എവിടേക്കാണ് പോയതെന്ന് നമ്മൾ ചോദിക്കുന്നു. അവൾ നിരാശയോടെ കൈമലർത്തുന്നു. അവയെല്ലാം പോയി. ഇനി മഴ വരില്ല. വെള്ളമൊന്നും ആദ്യത്തെ പോലെ കെട്ടില്ല. നമ്മളെല്ലാവരും നദിയിലേക്ക് നോക്കി. ഒരിക്കലത് ശക്തമായിരുന്നു, ഇപ്പോൾ അത് ശൂന്യമായിരിക്കുന്നു. തീരങ്ങൾ വിണ്ടുകീറുകയും കളകൾ മഞ്ഞ നിറത്തിലാവുകയും ചെയ്യുന്നു. കർഷകർ ആകാശത്തേക്ക് നോക്കി തലകുനിക്കുകയും വരാത്ത മേഘങ്ങൾക്കായി സൂക്ഷിച്ചു നോക്കുകയും ചെയ്യുന്നു. വിളകളൊക്കെ വാടിപ്പോകുന്നു. കിണറുകൾ ആഴത്തിലായി. പ്രതീക്ഷകൾ മങ്ങുന്നു. നദി ഗതിമാറ്റിയെന്ന് ചിലർ പറയുന്നു. ഹരപ്പൻ ലോകത്തിൻ്റെ ജീവനാഡിയായിരുന്ന പരിശുദ്ധമായ സരസ്വതിയും ഘഗ്ഗർ ഹാക്രയും അവരെ ഉപേക്ഷിച്ചു. മറ്റു ചിലർ ഭൂചലനങ്ങളാണ് നഗരങ്ങളെ ഉള്ളിൽ നിന്ന് തകർത്തതെന്ന് പറയുന്നു. അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇടയ്ക്കിടെ വന്നതുകൊണ്ടാകാം. അല്ലെങ്കിൽ ഇതൊന്നുമായിരിക്കില്ല. ഒരു പക്ഷേ രോഗം വന്നു ചേർന്നിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ വ്യാപാരം ഉണങ്ങിപ്പോയിരിക്കാം. ഇതൊന്നും പൂർണ്ണഗതിയിലല്ലാത്തതിനാൽ നഗരങ്ങളുടെ ഹൃദയമിടിക്കുന്നത് നിന്ന പോലെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നടന്നതെന്താണെന്ന് ആർക്കും അറിയില്ല. നമ്മൾ വീണ്ടും മൊഹൻജുദാരോയിലേക്ക് യാത്ര ചെയ്യുന്നു. അതിൻ്റെ വിശാലമായ തെരുവുകൾ പൊടി നിറഞ്ഞിരിക്കുന്നു. പ്രശസ്തമായ കുളം ശൂന്യമാണ്. വലിയ ധാന്യശാല നിശ്ചലമായി നിൽക്കുന്നു. ചുമരുകളിൽ ആരോ വിചിത്രമായ അടയാളങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. പക്ഷികൾ, മത്സ്യം, കണ്ണുകൾ തുടങ്ങിയ ചിഹ്നങ്ങൾ. പക്ഷേ തിരക്കഥ നിശബ്ദമാണ്. അത് ആർക്കും വായിക്കാൻ കഴിയില്ല. ഇനി ഒരിക്കലും കഴിയില്ലേ? അറിയില്ല. പിന്നീട് നമ്മൾ നഗരത്തിൻ്റെ അറ്റത്ത് അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നു. അധികമില്ല. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇതു മതിയാകും. ഒരാൾ ഒരിടനാഴിയിൽ കിടക്കുന്നു. മുഖം ആകാശത്തേക്ക് തിരിഞ്ഞു. മറ്റൊരാൾ ഒരു പടിയുടെ അരികിൽ വളഞ്ഞു കിടക്കുന്നു. അക്രമത്തിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. വെറുതെ നിശബ്ദത. അവർ അവസാനത്തെയായിരുന്നോ? ആരെങ്കിലും മടങ്ങിവരുമെന്നവർ കാത്തിരുന്നോ? ഒന്നിനും വ്യക്തതയില്ല. നമ്മൾ വീണ്ടും വടക്കോട്ട് സഞ്ചരിക്കുന്നു. മറ്റു പട്ടണങ്ങളായ കാലിബാംഗൻ, ധോലാവീര, രാഖിഗറി എന്നിവയും ഇതേ കഥയാണ് പറയുന്നത്. തെരുവുകൾ പകുതിയോളം മണലിൽ പുതഞ്ഞു. കാറ്റിൽ മതിലുകൾ തകർന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട ഒരാട് ജീവൻ കൊണ്ടോടുന്നു. ഒരു കുട്ടി ഒരു വരണ്ട ജലസംഭരണിയിലേക്ക് കല്ലുകൾ എറിയുന്നു. ജനങ്ങൾ ഒറ്റയടിക്ക് അപ്രത്യക്ഷമായില്ല. അവർ നീങ്ങി, പതുക്കെ, നിശബ്ദമായി, ഒരു നീണ്ട ശ്വാസത്തിൻ്റെ മങ്ങൽ പോലെ. ചിലർ കിഴക്കോട്ട് ഗംഗാ സമതലങ്ങളിലേക്ക് പോയി. മറ്റുള്ളവ തെക്ക് ഡെക്കാൻ ഭാഗത്തേക്കും പോയി. അവരുടെ നഗരങ്ങൾ അവരെ പിന്തുടർന്നില്ല. ഇഷ്ടികകൾ ഉപേക്ഷിക്കപ്പെട്ടു. അഴുക്കുചാലുകൾ ഒഴുകുന്നത് നിർത്തി. ചക്രങ്ങൾ കറങ്ങുന്നത് നിർത്തി. എന്നാൽ അവ പൂർണ്ണമായും ഇല്ലാതായില്ല. ആ വിദൂര ഗ്രാമങ്ങളിൽ നമ്മൾ ഇപ്പോഴും പ്രതിധ്വനികൾ കേൾക്കുന്നു. ഇപ്പോഴും ഹാരപ്പൻ കലങ്ങൾ പോലെ ആകൃതിയിലുള്ള കലങ്ങൾ. ഇപ്പോഴും അതേ പഴയ രീതിയിൽ കെട്ടിയിട്ടിരിക്കുന്ന മുത്തുകൾ.
ആരും ഓർക്കാത്ത വിധം പാട്ടുകൾ കടന്നുപോയി. ആചാരങ്ങൾ ആചാരങ്ങളാൽ നടത്തപ്പെടുന്നു, ചരിത്രമല്ല. കാലക്രമേണ ഭൂമി അവരുടെ പേരുകൾ മറന്നു. നൂറ്റാണ്ടുകൾ കടന്നുപോയി. പുതിയ രാജ്യങ്ങൾ ഉയർന്നു വന്നു. പുതിയ ദൈവങ്ങൾ വന്നു. ഹാരപ്പൻ ലിപി വായിക്കപ്പെടാതെ തുടർന്നു. നഗരങ്ങൾ ഭൂമിയുടെയും കാലത്തിൻ്റെയും അടിയിൽ മുങ്ങി. അവിടെ അവശിഷ്ടങ്ങൾ മാത്രമേ അവശേഷിച്ചുള്ളൂ. പിന്നീട് കൗതുകമുള്ള കണ്ണുകളും സൗമ്യമായ ബ്രഷുകളും അവ കണ്ടെത്തി. ഒരിക്കലൊരു നഗരം അഭിവൃദ്ധി പ്രാപിച്ച ഒരു കുഞ്ഞിൻ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മണ്ണ് പകുതി വിഴുങ്ങിയ ഇഷ്ടിക മതിലുകൾക്ക് മുകളിലാണ് സൂര്യൻ അസ്തമിക്കുന്നത്. പുല്ലിലൂടെ ഒരു കാറ്റ് നീങ്ങുന്നു. ഒരു നിമിഷം നമ്മൾ അവരെ കേൾക്കുന്നു. കുട്ടികളുടെ ചിരി, വ്യാപാരികളുടെ ആർപ്പുവിളി, നർത്തകർ കറങ്ങുന്നത്, സ്വപ്നങ്ങൾ രൂപപ്പെടുത്തുന്ന കുശവന്മാർ. കുളികളും മുത്തുകളും നമ്മൾ ഓർക്കുന്നു. മുദ്രകളും ലിപികളും അങ്ങനെ എല്ലാം ഓർക്കുന്നു. പക്ഷെ ഇന്നവിടെ വെറും നിശബ്ദത. ഇത് തീയും വാളും ഉപയോഗിച്ചുള്ള വീഴ്ചയായിരുന്നില്ല. അതൊരു ശ്വാസമുട്ടലായിരുന്നു. പതുക്കെ ശാന്തമായൊരു മങ്ങൽ. ഐതിഹ്യത്തിലേക്ക് വഴിതെറ്റിയ ഒരു നാഗരികത. എന്നിട്ടും എവിടെയെങ്കിലും കളിമൺ പാത്രങ്ങളിലോ ധാന്യത്തിലോ ലിപിയുടെ വരിയിലോ അവരിപ്പോഴും സംസാരിക്കുന്നു. നമ്മൾ കണ്ണടച്ച് അപ്രത്യക്ഷമായ നഗരങ്ങളുടെ പൊടിയിലുറങ്ങുന്നു. വിലപിക്കുകയല്ല, കേൾക്കുകയാണ്. ഒരിക്കലുണ്ടായിരുന്ന ഒരു ലോകത്തിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നു. അത് പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെ.